രാജകുമാരൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബീ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ ഹബീബ് ഇങ്ങനെ പറഞ്ഞു, ഇസ്തകത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം അല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നത്രേ. നരകം ഒരു നാൾ റബ്ബിന്റെ അടുത്തേക്ക് വന്നത്രേ. ഫഖാലത് റബ്ബി അകല ബഅലി ബഅലാ, പടച്ചവനെ എന്റെ ചില ഭാഗങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്നു റബ്ബേ. ഒരു പരാതി, ഒരു പെറ്റീഷൻ. അല്ലാഹു നരകത്തിന് പെർമിഷൻ കൊടുത്തു. ഫഅദിന ലഹാ ബിനഫസൈനി, നഫസിൻ ഫിശ്ശിതാ വനഫസിൻ ഫിസ്സൈഫ്. പരാതിയുമായി ചൂടിന്റെ കഠിന കഠോരമായ അവസ്ഥ അള്ളാഹുവിനോട് വന്നു പറഞ്ഞപ്പോ വർഷത്തിൽ 2 തവണ ശ്വസിച്ചോളാൻ അള്ളാഹു പെർമിഷൻ കൊടുത്തത്രേ നരകത്തിന്. വർഷത്തിൽ 2 തവണ നരകം ശ്വസിക്കുന്നുണ്ട്. അതൊന്ന് ഫിശ്ശിതാ, അതാണ് ശൈത്യകാലം എന്ന് നമ്മൾ പറയുന്നത്. വനഫസിൻ ഫിസ്സൈഫ്, അതാണ് ചൂടുകാലം, ഉഷ്ണകാലം നമ്മൾ വിളിച്ചു പറയുന്നത്. ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർരി വഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ. അതിമേൽ തണുപ്പ്, അതിമേൽ ചൂട്. ചൂടും തണുപ്പും മഴയില്ലാത്ത സന്ദർഭങ്ങളും വരുമ്പോ ചിന്തിക്കണേ, ആരെ? അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാനാ നമ്മൾ ആലോചന നടത്തേണ്ടത്. നമ്മളിതുണ്ടായില്ല. എക്കണോമിക്കൽ ക്രൈസിസുകൾ വന്ന് വാപ്പാന്റെ സൂപ്പർ മാർക്കറ്റ് പൂട്ടിയിട്ട്, ബക്കാല പൂട്ടിയിട്ട്, സൈദലിയെ പൂട്ടിയിട്ട് വണ്ടി കയറിയ വാപ്പ, അല്ലാഹുവിനെ ഓർക്കേണ്ടിയിരുന്ന വാപ്പമാർ ഇവിടെ വന്ന് റോഡ് സൈഡിൽ 10-20 സെന്റ് എടുത്തിട്ട് കുട്ടികൾക്ക് രാത്രി 2-2.5 മണിക്കും കളിക്കാൻ 1800 രൂപ പ്രതിഫലം വാങ്ങിയിട്ട് കോർത്തൊരുക്കി കൊടുത്തു. പോകാൻ എന്നെ അനുവദിക്കുമല്ലോ അല്ലെ, ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരിക. അള്ളാഹുവിനെ ഓർക്കേണ്ടടുത്ത് നമ്മൾ എന്തേ ചെയ്തത്? ചൂടും തണുപ്പും അനുഭവിക്കുമ്പോ നരകവും സ്വർഗവും ഓർമ്മ വരേണ്ടതുണ്ട്. മഹാന്മാരങ്ങനെയാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരാള് തണുത്ത വെള്ളം, കോൾഡ് വാട്ടർ ഒരു കപ്പിലാക്കി കൊണ്ടുപോയി കൊടുത്തപ്പോ കയ്യിൽ വാങ്ങി. ഹസൻ ബസരി സയ്യിദു താബീനാണ്. ഹസൻ ബസരി മഹാന്റെ കയ്യിൽ നിന്ന് ആ തണുത്ത വെള്ളത്തിന്റെ കപ്പ് താഴെ വീണു. വെള്ളം ചിന്തിപ്പോയി, വെള്ളം അങ്ങ് താഴെ മറിഞ്ഞുപോയി. അല്ല ഹസൻ ബസരി, ഇത്രമേൽ തണുപ്പുണ്ടായിരുന്നോ? ടു കോൾഡ് ആയിരുന്നോ നിങ്ങൾക്ക് ആ തന്ന വെള്ളം? അല്ല, നരകവാസികൾ ദാഹിച്ച് വെള്ളത്തിനായി കേണപേക്ഷിക്കുന്നത്. തണുത്ത വെള്ളം എന്റെ കയ്യിലെത്തിയപ്പോ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഇത്തിരി നേരം കോൺഷ്യസ് ലെവലിൽ നിന്ന് ഔട്ടായി. കയ്യിൽ കിടക്കുന്ന വെള്ളം ഓർമ്മയില്ലാതെ വന്നപ്പോഴാണത് താഴെ വീണത്, മറിഞ്ഞു പോയത് എന്ന് ഹസൻ ബസരി തണുത്ത വെള്ളം കിട്ടിയപ്പോ ഒരിത്തിരി വെള്ളം തരുമോ? മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളത്തിന്റെയും മണ്ണിന്റെയും സമ്മിശ്ര സമ്മേളനമേ മനുഷ്യർ സൃഷ്ടികൾ. വെള്ളമില്ലാതെ ഒരു ജീവിക്ക് ജീവിക്കാനാവില്ല. വെള്ളമില്ലാതെ, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങളുണ്ട് എന്ന് സയൻസ്. എന്നാൽ വെള്ളമില്ലാതെ ജീവിക്കാനാവില്ല. വന്നത് വെള്ളത്തിന്റെ സമ്മിശ്രം, വെള്ളമണ്ണിന്റെ സമ്മിശ്രമായി. മരിച്ചു പോകുമ്പോ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും.
നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. അവസാനത്തെ മൊമെന്റ് പോലും ഒരു തിരുവള്ളത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന മനുഷ്യൻ നാളെ നരകമെന്ന ലോകത്ത് ഒരു തിരുവള്ളം തരുമോ എന്ന് സ്വർഗാവകാശികളോട് ദാഹിച്ചിട്ട് ആവശ്യപ്പെടുന്ന ആ നരകത്തിന്റെ അഹ്ലുകാരെ ഓർത്തുപോയി. കപ്പിലെ തണുത്ത വെള്ളം എന്റെ കയ്യിലെത്തിയപ്പോ ഹസൻ ബസ്വരി ഈ അടുത്ത് മരണപ്പെട്ടു പോയ വിശ്വവിഖ്യാത ബോക്സിംഗ് ചാമ്പ്യനാണ് കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി. കാഷ്യസ് ക്ലേ മുഹമ്മദ് അലി ലോക ബോക്സിംഗ് ചാമ്പ്യനാണ്. ആ മനുഷ്യന്റെ കയ്യിൽ എപ്പോഴും ഒരു തീപ്പെട്ടി ഉണ്ടാകുമായിരുന്നു അത്രേ. ചോദിക്കപ്പെട്ടു, ഈ തീപ്പെട്ടി എന്തിനാണ് കയ്യിൽ ഇങ്ങനെ എന്തി നടക്കുന്നത്? അവര് പറഞ്ഞത്, തിന്മയിലേക്ക് എന്റെ മനസ്സ് പോകുമ്പോഴെല്ലാം അതിലൊരു കൊള്ളി എടുത്ത് ഞാൻ അതിനെ ഉരസിച്ച് കത്തിക്കും. ആ തീജ്വാല നോക്കിയിട്ട് നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഇതിനേക്കാൾ ചൂടാണല്ലോ നാളെ നരകലോകത്ത്. അതോർക്കുകയും ഞാൻ ആഗ്രഹിച്ചു പോയ തിന്മയെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യും. അതിനാണത്രേ ഞാൻ എന്റെ കൈകളിൽ തീപ്പെട്ടി കൊണ്ട് നടക്കുന്നത് എന്ന് ലോക ബോക്സിംഗ് ചാമ്പ്യൻ ഒരുപാട് കാലങ്ങൾക്കിപ്പുറം ദീനിലേക്ക് കടന്നു വന്ന മനുഷ്യൻ. നമ്മളോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നട്ടുച്ച നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് സൂര്യകിരണങ്ങൾ ശരീരത്തിൽ പതിപ്പിക്കുമായിരുന്നു. ചൂട് സമയത്ത് വെളിയിലിറങ്ങി നിൽക്കും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല സിദ്ദീഖ്, നിങ്ങൾ എന്തു പണിയാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് ശരീരത്തിലേക്ക് ഈ നട്ടുച്ച സമയത്ത് സൂര്യന്റെ താപമേൽപ്പിക്കുകയോ? ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത്, നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ നട്ടുച്ച വെയിലത്ത് 12 മണി 1 മണിക്ക് ഞാൻ ഇറങ്ങി നിൽക്കുന്നത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളോട് റളിയല്ലാഹു അൻഹുമാ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ജിഹാദിന് വേണ്ടിയുള്ള കൽപ്പന വന്നു. രണഭൂമികയിൽ ചെന്ന് ദീനീ ദഅവത്തിന് വേണ്ടിയിട്ട് പടപൊരുതാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വന്നപ്പോ ഹബീബ് സഹാബത്തിനെ തര്യപ്പെടുത്തിയപ്പോ ഓർഡർ വന്നിട്ടുണ്ട്, പോകാൻ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന് സഹാബത്തിനോട് ഹബീബ് പറഞ്ഞപ്പോഴാണ് ചില ആളുകൾ ചോദിച്ചത്, ചില ആളുകൾ യുദ്ധത്തിന് പോകണ്ട, ഒരിത്തിരി സമയം കൂടെ, ദിവസം കൂടെ, മാസം കൂടെ കഴിഞ്ഞോട്ടെ. എന്താ ഇത്ര ധൃതി? ചൂടുള്ള സമയല്ലേ, അടുത്ത മാസമായാലും എന്താ? ചില ആളുകളുടെ മനസ്സിലെങ്കിലും, ചില സഹാബത്തിന്റെ മനസ്സിലെങ്കിലും വന്നു, ഈ ചൂടുള്ള സമയത്ത് തന്നെ പോണോ? പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വന്നു, ലാ തൻഫിറൂ ഫിൽ ഹർരി ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നാറു ജഹന്നമ അശദ്ദു ഹർറാ. അള്ളാഹുവിന്റെയും അവിടുത്തെ ഹബീബിന്റെയും വചനങ്ങളെ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ, കൺസിഡർ ചെയ്തില്ലെങ്കിൽ, ഡിസിഷനുകളെ സ്വീകരിക്കാൻ മടി കാണിച്ചാൽ നാളെ കിട്ടാൻ പോകുന്നത് നരകമാണ്. നരകത്തിന്റെ ചൂട് ഭൗതിക ചൂടിനേക്കാളും അതികഠോരം. നാറു ജഹന്നമ അശദ്ദു ഹർറാ. ഏത് വേണം? ഈ ചൂട് സീസണിൽ യുദ്ധത്തിന് പോണോ, അല്ലെങ്കിൽ നാളെ നരകത്തിലെ ചൂട് സഹിക്കാൻ റെഡിയാണോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നു. ലാ തൻഫിറൂ ഫിൽ ഹർ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നരകത്തിന്റെ നിറം കടും കടുപ്പാണ്. കടും കറുപ്പായ ആ നരകത്തിൽ കത്തിക്കുന്നത് അതിലെ ഇന്ധനം ഫ്യുവൽ കല്ലും മനുഷ്യനുമാണ്.
ഇരുമ്പുരുകാൻ ആവശ്യമാകുന്നതിനേക്കാളും കൂടുതൽ ചൂട് വേണമത്രേ കല്ലുരുകാൻ. ഉമ്മമാര് പറയട്ടെ, ശരിയല്ലേ? സ്റ്റീലിന്റെയും കോപ്പറിന്റെയും പാത്രങ്ങളിൽ വെള്ളമെടുത്തടുപ്പിന്റെ മുകളിലേക്ക് വെച്ചിട്ട് 100 ഡിഗ്രി സെൽഷ്യസിൽ അതങ്ങ് കത്തിയിട്ട് തിളച്ചു മറിയുമ്പോ അടുപ്പ് കൂട്ടിയ ഇഷ്ടിക പൊട്ടി താഴെ വീഴാറില്ല. എന്തുകൊണ്ട്? എല്ലാ ലോകവും ചൂടാകാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ ചൂട് വേണമത്രേ, ഡിഗ്രി സെൽഷ്യസ് വേണമത്ര കല്ല് ചൂടാവാൻ. ശരിയല്ലേ? അല്ലെങ്കിൽ എന്നോ അടുപ്പും ഉപ്പാർക്കൊരു മണിയായിരിക്കും എന്നും വാങ്ങിച്ചു കൊടുക്കുക അല്ലെ? അറിയണേ, എന്നാൽ നരകത്തിലെ ഇന്ധനം നാർ വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. അവിടത്തെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നരകം നമുക്ക് ഹറാമാക്കട്ടെ. വേണ്ടേ? അല്ലാഹു സ്വർഗത്തിന്റെ അഹലുകാരി നമ്മളെ ചേർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ റളിയല്ലാഹു അൻഹു ചെറുവിരൽ വിളക്കത്ത് കുട്ടികൾ കാണിക്കുന്ന പോലെ വിളക്ക് കത്തിച്ച് ആ ജ്വാലക്ക് മുകളിലൂടെ തന്റെ ബയർ ഫിംഗറുകൾ, ഒന്നുമില്ലാത്ത തടസ്സങ്ങളില്ലാത്ത വിരലുകൾ ചൂണ്ടിപ്പിടിക്കുമായിരുന്നു അത്രേ നരകത്തോർക്കാൻ. നാറു ജഹന്നമ അശദ്ദു ഹർറാ. ആ ഒരു ചിന്ത ചൂടുകാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നരകത്തിലെ ഇന്ധനം മനുഷ്യനും കല്ലുകളുമാണ്. അതുകൊണ്ട് ആദ്യം ഓരോരുത്തരും സേഫാവണം. ഓരോരുത്തരും, ഈച്ച് ആൻഡ് എവ്രി വൺ മസ്റ്റ് ബി സേഫ് ഫസ്റ്റ്. ആദ്യം നമ്മൾ ഓരോരുത്തരും സേഫ് ആകുക, എന്നിട്ട് മതി കുടുംബം. വഅഹ്ലീകും, കുടുംബത്തിനെയും ഫാമിലിയെയും സംരക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ആദ്യം രക്ഷപ്പെടേണ്ടത് നമ്മളാണ്. വിമാനയാത്രയിൽ നമുക്ക് തരാറുള്ള നിർദ്ദേശങ്ങളുണ്ട്. വിമാനം ഉയരുന്നതിന്റെ മുമ്പ്, റൺവേയിലൂടെ കുതിച്ചു പായുന്നതിന്റെ മുമ്പ് സീറ്റ് ബെൽറ്റ് ഇടാനുള്ള നിർദ്ദേശത്തോടൊപ്പം ഹെയറോസ്റ്റസുമാർ ഇഷാറത്താക്കിയിട്ട് ഹെയറോസ്റ്റസുമാർ ആംഗ്യം കാണിക്കുമ്പോ അനൗൺസ് വരാറുണ്ട്. ചില വിമാനങ്ങളിൽ അവർ തന്നെ ഡയറക്റ്റ് പറഞ്ഞു തരാറുണ്ട്. ശ്വാസ തടസ്സം നേരിടുന്നുവെങ്കിൽ മുകളിൽ കാണുന്ന ബർത്തിൽ നിന്ന് നിങ്ങൾക്ക് മാസ്ക് കിട്ടും. അപകടം വല്ലതും വരുമ്പോ നിങ്ങൾ വരാൻ സാധ്യത കണ്ടാൽ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിന് താഴെ നിങ്ങൾക്ക് ആവശ്യമായ കോട്ട് കിടക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്, ജാക്കറ്റ് ഉണ്ട് എന്ന് പറയാറുണ്ട്. അത് ഉപയോഗിക്കണേ എന്ന് പറയുന്നതിന്റെ മുമ്പേ ഹെയറോസ്റ്റസുമാർ പറയുന്ന മറ്റൊരു വിഷയം എന്തായിരിക്കും? ഇതാദ്യം നിങ്ങൾ അവിടുന്ന് വലിച്ചൂര, അടുത്തിരിക്കുന്ന യാത്രക്കാരനെ ധരിപ്പിച്ചു കൊടുക്കണം എന്നല്ല, ആദ്യം നിങ്ങൾ ധരിച്ചിട്ടേ മറ്റുള്ളവരെ ധരിപ്പിക്കാവൂ എന്നാണ് ഹോസ്റ്റസുമാർ പറഞ്ഞത്. യാത്ര ചെയ്തവർ, ഉംറക്ക് പോയവർ, മറ്റ് യാത്ര ചെയ്ത ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. അപകടം വരുമ്പോൾ മാസ്കും ജാക്കറ്റും ആദ്യം സ്വയം അണിഞ്ഞ ശേഷം മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാവൂ. അത് തന്നെയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊല്ലന്റെ അടുത്ത് ഹദ്ദാദിന്റെ അടുത്ത് പോയിരിക്കും. ഹദ്ദാദിന്റെ അടുത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നിരിക്കും. എന്തിനാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ കൊല്ലന്റെ അടുത്ത് പോയിരുന്നത്? പണിയില്ലാഞ്ഞിട്ടല്ല, ഒരു പണിയുമില്ല, അവിടെ പോയിരിക്കാം, ഒന്ന് ഓലോക്കൊന്ന് തിരിച്ചു കൊടുക്കാമല്ലോ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തിനാണ് പോയിരിക്കുന്നത് എന്നറിയുമോ? ആളുകൾ കൊണ്ടുപോയി കൊടുക്കുന്ന ആക്സസുകളും വാളുകളും അതുപോലെ മഴുവതുപോലെ മൺവെട്ടിയുമൊക്കെ അയാൾ ചൂടാക്കിയിട്ട് തല്ലി പരത്തിയിട്ട് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചൂടാക്കാൻ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് കൊല്ലൻ അവരുടെ ഓവനിലേക്ക് അടുപ്പിലേക്ക് അതിങ്ങനെ കയറ്റി വെക്കുന്നത് കാണുമ്പോ പൊട്ടിക്കരയുമായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. നാളെ റബ്ബേ, ആ നരകമെന്ന നിന്റെ തീയിൽ നീ ഒരുക്കി വെച്ച തീയിലേക്ക് ഇതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കൊല്ലൻ കത്തിയ അകത്തേക്ക് ചൂടാവാൻ നീക്കി വെച്ച പോലെ, കയറ്റി വെച്ച പോലെ, ഇരുമ്പുകളെ കത്തുന്ന തീയിലേക്ക് വെച്ച പോലെ നാളെ എന്നെ കൊണ്ടുപോയി വെക്കുമോ? ആ ഒരു സിംബോളിക് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. ചൂടുകാലത്താണ് നോമ്പ് വരുന്നത് എന്നത് നമ്മളേറെ വിഷമിപ്പിച്ചു. ചൂടുകാലത്താണ്. ദുബൈയിൽ ജോലി ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന ഒരാളെന്നോട് പറഞ്ഞു, ഉസ്താദ് ഇക്കൊല്ലം നിങ്ങളൊന്ന് അനുഭവിക്കേ. പറയാല്ല, ഞങ്ങൾ ചൂടുകാലത്ത് 10-14 മണിക്കൂർ ചൂടുകാലത്ത് നോമ്പ് നോൽക്കുന്നു, ഇക്കൊല്ലം നിങ്ങളും ഒന്ന് ചൂടൊക്കെ നിറയണം എന്ന് പറഞ്ഞ് രസത്തിൽ പറഞ്ഞതാണ്. നമ്മൾ പേടിച്ചുവല്ലേ? ചൂടുകാലത്ത് 10-14 മണിക്കൂർ നോമ്പ് നോൽക്കുക എന്നത് 6:45 മുതൽ 4:45 മുതൽ 6:45 വരെ 15 മണിക്കൂറോളം നോമ്പ് വരുന്നത് പേടിച്ചുവല്ലേ? നമ്മൾ ഓരോരുത്തരും കേൾക്കണേ. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു നബിയോട് ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അന ഉഹിബ്ബു സലാസ, 3 കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ എന്ന് ഹബീബിന്റെ അടുത്ത് വന്ന് മകളുടെ ഭർത്താവായ അലി ഹൈദറുൽ ഖറാർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. നബി ചോദിച്ചു, മാഹിയേ, അതിഥികളെ സൽക്കരിക്കുന്നത് എനിക്കിഷ്ടമാണ് നബിയേ. അതിഥികൾ വരുന്നതാണ് എനിക്കിഷ്ടം. അതിഥികളില്ലാത്തപ്പോ തെരഞ്ഞു പിടിച്ചിട്ട് എന്റെ തീന്മേശയ്ക്ക് മുമ്പിൽ ഓരോ സമയത്തും ഇരുത്തുന്നതാണ് നബിയെ എനിക്കിഷ്ടമെന്ന് അലി റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു. 2 വസിയാമു റമളാൻ ഫിസ്സൈഫ്, നമ്മൾ ആശങ്കപ്പെട്ടത് അലി റളിയല്ലാഹു അൻഹു ഇഷ്ടമാണത്രേ. ചൂടുകാലം നല്ല അത്യുഷ്ണം വരെയാണ് എനിക്കിഷ്ടം, ആ കാലത്ത് നോമ്പ് നോൽക്കലാണ് എനിക്കിഷ്ടമെന്ന് സയ്യിദുന അലി ഹൈദറുൽ ഖറാർ. വേറെ ലെവലാണ്. 3-മത്തേത് വഖിതാലുൽ മുശ്രികീന ബിസ്സൈഫ്, രണഭൂമിയിൽ ചെന്ന് ഇന്നലെ വരെ കണ്ടത് ചേതനയറ്റ ചലനമറ്റ ഒരുപാട് കബന്ധങ്ങളായിരുന്നു. ആ രണഭൂമിയിൽ ചെന്നിട്ട് ദീനിന് വേണ്ടിയിട്ട് ജീവാർപ്പണം നടത്താൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടങ്ങ് പോകാൻ വേണ്ടി ഞാൻ ഏറെ ആഗ്രഹിക്കുന്ന നബിയെ, ഈ 3 എണ്ണമാണ് എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് ആരംഭ നബിക്ക് മുമ്പിൽ വന്ന് വിശദീകരിച്ചിട്ടുണ്ട് സയ്യിദുന അലി ഹൈദറുൽ ഖറാർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരോട് പറയുന്നുണ്ട്, മോനെ അബ്ദുല്ലാ, മോനെ പൊന്നുമോനെ അബ്ദുല്ലാ ഇബ്നു ഉമർ എന്ന് ഖ്യാതിയുള്ള ലോകം പരിചയപ്പെടുത്തിയ മുത്തബി സുന്ന അബ്ദുല്ലാ എന്നവരോട് ബാപ്പ പറയുന്നത്, സും ഫീ ശിദ്ദത്തിൽ ഹർരി, നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് നോൽക്കണേ. എന്നിട്ട് വേണം ദാഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. എന്നിട്ട് വേണം 1449.6 ദശലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ ഒരു മുകളിൽ കത്തുന്ന മഹ്ശറ എന്ന മൈതാനത്തെ കുറിച്ച്, അവിടെ ജഡ്ജ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ നിമിഷങ്ങളെയും ഓർമ്മ വരാൻ സും ഫീ ശിദ്ദത്തിൽ ഹർരി, ചൂടുകാലത്ത് നോമ്പ് നോൽക്കണേ എന്ന് പഠിപ്പിച്ചു മുത്തബി സുന്നയോട് ബാപ്പ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. അതാഉ സലമി റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീ അടുപ്പ് കൂട്ടുന്നത് കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. റബ്ബേ, നരകത്തെ ഓർത്തിട്ടാണ് അതാഉ സലമി തങ്ങൾ കരഞ്ഞു പോയത്. തീ കൂട്ടിയപ്പോ ഒരു സ്ത്രീ തീ കൂട്ടുന്നത് കണ്ടപ്പോ, അടുപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് കരഞ്ഞത് അതാഉ സലമി. അല്ലാഹ് നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഇതുപോലെ ഒരു
ദീനെ കുറിച്ച് അല്ലാഹു അനവധി സ്ഥലത്ത് മഅവയായി ചിലരുടെ അവസാന സമയ സന്ദേശമായി സങ്കേതമായി അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവിടേക്ക് പോകേണ്ടി വരുമോ? അതാകുമോ എന്റെയും മഅവ എന്നോർത്തിട്ട് കരഞ്ഞുപോയ അതാഉ സലമി. കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോ ദുആ ചെയ്യാൻ ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ? മഴക്കാലത്ത് അല്ലാഹുവേ ചെയ്യുന്നത് പെയ്യിപ്പിക്കുന്നത് നീ നല്ല നിഅമത്തിന്റെതും അനുഗ്രഹത്തിന്റെതുമാക്കണം. ചൂടുകാലത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചൂടുകാലം വന്നു, നരകത്തെ ആരോർത്തു, മഹ്ശറെ ആരോർത്തു. വെള്ളമില്ലാതിരുന്നപ്പോ കൃത്രിമമായി നിർമ്മിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് പോലും റെഡിമെയ്ഡ് ഉണ്ടാക്കാൻ കഴിയാത്ത ആ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ആരോർത്തിട്ടുണ്ട് ആ വെള്ളത്തെ കുറിച്ച്? അതിനെ സൃഷ്ടിച്ച ഖാലിഖായ ജഗനിയന്താവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ആരോർത്തിട്ടുണ്ട്? ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? യാ ഉലിൽ അൽബാബ്. പരിശുദ്ധ ഖുർആന്റെ അനവധി സ്ഥലങ്ങളിലെ ചോദ്യം ബുദ്ധിയുള്ളവരെ ആലോചിക്കുന്നില്ലേ നിങ്ങളെന്ന് ചോദിച്ച ആ ചോദ്യത്തിന് മുമ്പിൽ പഞ്ചപുക്ഷമടക്കേട്ടിരിക്കേണ്ടവരല്ലേ ഞാനും നിങ്ങളുമൊക്കെ? ആരാണ് അതിനെ ആലോചിക്കാൻ പോയത്? നമുക്കവിടെ ആ നേരം ഉള്ള ശരീഅത്തിന്റെ നിയമങ്ങളെ തന്നെ കാറ്റിൽ പറത്താനല്ലേ നമുക്കുള്ള സമയം. ഏറെ ചർച്ച ചെയ്തു 2 ദിവസങ്ങളായി. നിഖാബ് വേണോ വേണ്ടേ? പർദ്ദ വേണോ വേണ്ടേ? എങ്ങനെ ഒരു പെൺകുട്ടി പോകണം ഒരു കലാലയത്തിലേക്കെന്ന്? ചില കലാലയങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത നിഖാബ് ധരിക്കാതിരിക്കലാണ്. നിങ്ങൾ അറിഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കിയത്. എന്നാൽ അതിലൊക്കെ ഒരു നിലപാടില്ലേ നമുക്ക്? പല ആളുകളും ലിബറൽ മൈൻഡിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് മോനെ ലിബറൽ ആകുന്നത്? പല ആളുകളുടെയും സ്റ്റാറ്റസ് കാണാൻ കഴിഞ്ഞു. ആകെ ലിബറലായിട്ട് ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ച് കാണാൻ സാധിച്ചിട്ടുണ്ട് പലരെയും. എന്തിനാണ് അങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നത്? എന്തിനാണ് അങ്ങനെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പോകുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് ആയിട്ട് ദീനെന്ത് പറഞ്ഞു എന്ന് വിളിച്ചു പറയാനുള്ള ആർജവമല്ലേ നടത്തുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ധരിക്കാതിരിക്കാൻ അവകാശമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് പോണത്? അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ കൂട്ടിച്ചേർക്ക് ദീനിന്റെ നിയമം പറയണമെങ്കിൽ വലൂക്കാന മുറ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അത് എത്ര കയ്പാണെങ്കിലും പറഞ്ഞൂടെ? ഒക്കെ ലിബറലായിട്ട് നമ്മളാകെ ഇല്ലാതാവുകയാണ്. ധരിക്കാതിരിക്കാൻ അവകാശമുണ്ടെങ്കിൽ ധരിക്കാൻ അവകാശമുണ്ട് എന്ന് കൂട്ടിപ്പണിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞത് കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ നമ്മളുടെ ലിബറൽ മൈൻഡ് ഒരുപാട് അധികമായി പോകുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ആ ഒരു ആശങ്കയാ ഞാൻ പങ്കുവച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستغففن خير لهن والله سميع عليم. പുരുഷനിലേക്ക് ആഗ്രഹമില്ലാത്ത പ്രായമെത്തിയ ഓൾഡ് ഏജിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഉമ്മ, ആ ഉമ്മയെ കണ്ടാൽ ഒരു ചെറുപ്പക്കാരനും ആ ഉമ്മയിലേക്ക് ആഗ്രഹം തോന്നാത്ത രീതിയിലേക്ക് എത്തിയ ഉമ്മ, അവർക്ക് വേണമെങ്കിൽ അവരുടെ നിഖാബ് മൈച്ചു വെക്കാം. അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ഇളവുണ്ട്. അത് തന്നെ എപ്പോഴാണ്? വലൈസ لعليهن جناح أن يضعن ثيابهن غير متبرجات بزينة. പർദ്ദ അയച്ചു വെച്ചത്, നിഖാബ് അയച്ചു വെച്ചത്, മഫ്ത അയച്ചു വെച്ചത്, മഫ്ത അയച്ചു വെക്കണമെന്നല്ല. ഈ ഒരു വേഷത്തെയും നിഖാബിനെയും ഒരാൾ അയച്ചു വെക്കുന്നു എങ്കിൽ ആ പ്രായത്തിലേക്ക് എത്തിയിരിക്കണം. ആ ഉമ്മക്ക് അത്തരം ആഗ്രഹങ്ങൾ ഇല്ല. മറ്റൊരാണിനവളിലേക്ക് ആഗ്രഹം വരാനും സാധ്യതയില്ലാത്ത പ്രായമെത്തിയ ഉമ്മാക്ക് വേണമെങ്കിൽ ഷർത്തോടുകൂടെ ഈ ഒരു നിഖാബ്, ഇസ്ലാമിക ഈ വേഷം വേണമെങ്കിൽ അതൊന്ന് മാറ്റിവെക്കാം. എങ്ങനെ?
അത് തന്നെ മറ്റേതെങ്കിലും ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അല്ല അവൾ ഈ വസ്ത്രത്തെ മാറ്റിവെച്ചത്. അതിനോട് അവിടത്തെ പെൺകുട്ടികളോട്, മുഅ്മിനാത്തുകളോട് പറയണേ, അവരുടെ ജിൽബാബുകളെ, മുഖമക്കനകളെ താഴേക്കിടലാണ് നല്ലത് എന്ന്. അൻ യുഗ്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റൂസിഹിന്ന ബിൽ ജലാബീബി. സിതാറുകളെ തലക്ക് മുകളിൽ നിന്ന് താഴേക്ക് കർട്ടനുകളെ താഴ്ത്തലാണ്, അതാണ് ചെയ്യാൻ നിങ്ങൾ പറയേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ ഹബീബിനോട്, അവിടത്തെ പത്നിമാരോട്, അവിടത്തെ സഹാബിയത്തുകളോട്, അവിടത്തെ പെൺമക്കളോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്തിനെന്നറിയോ? ദാലിക അദ്നാ അൻ യുറഫ്ന, അവരെ അറിയപ്പെടാൻ വേണ്ടിയിട്ട്. മുഖം മൂടിയിട്ട് കഴിഞ്ഞാൽ അറിയപ്പെടാൻ വേണ്ടിയാണത്രേ. നിങ്ങൾ വിചാരിച്ച പോലെ പൊക്കിയിട്ട് ഫോട്ടോ എടുത്ത് ആളാരാണ്, ആരെ മോളാണെന്നറിയലല്ല ഇത്. മിസ് കോൾ അടിച്ചാൽ കൂടെ പോരുന്നവളല്ല ഇവളെന്ന് അറിയണം. അതിന്റെ ഡ്രസ് കോഡാണ് ജിൽബാബ്. പരിശുദ്ധവതിയാണ്. അവളങ്ങനെ വളക്കാൻ കഴിയില്ല. അവളങ്ങനെ മിസ് കോൾ അടിച്ചാൽ തിരിച്ചു വിളിക്കുന്നവളല്ല. അവള് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, ലില്ലാഹിക്ക് ഇബാദത്ത് ചെയ്യുന്ന പെണ്ണാണെന്നറിയണം. അതിന്റെ സിംബലാണ് മോളെ ജിൽബാബ്. അതാണ് അൻ അദ്നാ അൻ യുഗ്റഫ് വലാ യുഅ്സൈന വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ബാഹ്യമായ ഇടപെടലുകൾ, തൊട്ടാൽ പൊട്ടിപ്പോകുന്ന സ്ഫടിക സമാനമായ ശരീരം, അത് കളങ്കമേൽക്കാൻ പാടില്ല. അതിനെ മറച്ചു നടന്നേക്കണം. എവിടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നത്? എവിടെ ദീന് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നത്? അറക്കൽ രാജകുടുംബത്തിൽ, അറക്കൽ കുടുംബത്തിൽ പരിചയമില്ലാത്തത് എന്തിനാ മലയാളിക്ക് എന്ന് എന്ത് ബുദ്ധിശൂന്യതയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അറക്കൽ രാജകുടുംബത്തിൽ പരിചയമില്ലത്ര ഇത്. മാത്രമല്ല, ഒരുപാട് യുക്തിചിന്തകൾ വിളമ്പിയിട്ടുണ്ട് 1-2 ദിവസങ്ങളായിട്ട്. തീവ്രവാദികളും ഭീകരവാദികളും മുഖം മറച്ചാണത്രേ വെളിയിലിറങ്ങുന്നത്. മുഖം മറച്ചാണത്രേ. ഒരുപാട് പേര് ലുക്കൌട്ട് നോട്ടീസ് വരെ വന്നിട്ടുള്ള ആളുകൾ ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നില്ലേ, രക്ഷപ്പെടുന്നില്ലേ വിവിധ നാടുകളിലേക്ക്? ഹെൽമെറ്റ് നിരോധിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു DGPയുടെ അല്ലെങ്കിൽ ഒരു മുറൂറിന്റെ ആസ്ഥാനത്തേക്ക് ആരും ഒരു പിക്കറ്റിംഗോ ഒരു ജാഥയോ നടത്തുന്നത് കണ്ടിട്ടില്ലല്ലോ. കള്ളന്മാര് രക്ഷപ്പെടുന്നുണ്ട്. രാത്രിയിലാണ് കള്ളന്മാര് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഇനി രാത്രി എന്ന് പറയുന്നത് വേണ്ടെന്ന് പറയുന്ന ആളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ രോഗം വേറെയാണ്, നിങ്ങൾക്ക് രോഗം വേറെയാണ്. ذلك أدنى أن يعرفن ولا يؤذين وكان الله غفورا رحيما. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ കാഴ്ചപ്പാട് വേണം. വഷളാക്കാൻ വേണ്ടിയിട്ട് ഇരുതലങ്ങളിലും അതിനെ വഷളാക്കാൻ ശ്രമം നടത്തുന്നവരുണ്ട്. ആലോചിക്കണേ, ദീന് കൈവടിയരുത്, വിശ്വാസം കൈവടിയരുത്, വികാരത്തിന് അധീനപ്പെട്ടു പോകരുത്. വിമർശനത്തിനും കമന്റ് എഴുതുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തായി പോകരുത്. കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് റമളാന്റെ തൊട്ടു മുമ്പേ ആന്തരികമായ കൽബിയായ രോഗങ്ങൾക്ക് ചികിത്സ തേടിപ്പോയിട്ട് പരിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ ശ്രമം നടത്തേണ്ട തൊട്ടു മുമ്പുള്ള രാപ്പകലുകളാണ്. എന്തിന്റെ പിന്നാലെയാ നമ്മൾ ഓടുന്നത് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് ദീനി വിശ്വാസങ്ങളുടെ മേൽ കൈകടത്തലുകൾ നടത്താൻ പാടില്ലാത്തതാണ്. വിശ്വാസവും കർമ്മവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴേ വിശ്വസിക്കാൻ, അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇന്ന് വിശ്വാസം വേറെ വഴിയെ, കർമ്മം വേറെ വഴിയെ, പാരലായി നീങ്ങേണ്ട വിശ്വാസവും കർമ്മവും രണ്ടും രണ്ട് വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്ന കാലം എങ്ങനെ നമ്മളൊക്കെ സ്വർഗത്തിലെത്തുമെന്ന് ആലോചിക്കുക. വിശ്വാസം വേറെ, കർമ്മം വേറെ. നിസ്കാരം ലറൂറിയത്ത് കൊണ്ട് അറിയപ്പെട്ടത് ആന്റി മുസ്ലിമീങ്ങൾക്ക് പോലും അറിയാവുന്നതാണ് നിസ്കാരം നിർബന്ധമാണെന്ന്. എന്നാൽ ആ വിശ്വാസം ഇവിടെയുള്ള എല്ലാ ആളുകൾക്കുമുണ്ട്, പക്ഷേ നിസ്കരിക്കാൻ റെഡിയാവുന്നില്ല. വിശ്വാസം വേറെ, കർമ്മം വേറെ. ആംഫറ്റമിന്റെയും പെത്തഡിന്റെയും കിങ്ലിയറിന്റെയും 3Xന്റെയും ക്ലിയോപാട്രയുടെയും ചരസിന്റെയും ചൈനീ കൈനിയുടെയും
അതുപോലെ തന്നെ MDMA-യുടെയും LSD പോലുള്ള ലഹരി, വലിയ ഉന്നതമായ വീര്യമുള്ള ലഹരികൾ വിൽക്കുന്നവരും സേവിക്കുന്നവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരും ഒക്കെ നമ്മളാണ്. ആർക്കാണ് അറിയാത്തത്? ഇതൊക്കെ ഹലാലാണെന്ന് വിശ്വാസമുണ്ടോ? ഹറാമാണെന്നറിയാം, എന്നിട്ടും അത് സേവിക്കുകയും വിൽപ്പന നടത്തുകയും ഏറ്റവും വലിയ ദുരന്തങ്ങളിലേക്ക് സമുദായത്തെ, സൊസൈറ്റിയെ വലിച്ചു കൊണ്ടുപോകാൻ കരുതി കൂട്ടിയിട്ട് ശ്രമം നടത്തുകയും ചെയ്യുന്നവരെ, വിശ്വാസം വേറെ കർമ്മം വേറെ. എങ്ങനെ കടന്നു പോകാൻ കഴിയുമെന്നറിയില്ല, എങ്ങനെ കടന്നു പോകാൻ പറ്റുമെന്നറിയില്ല. നാറു ജഹന്നമ അശദ്ദു ഹർറാ. അഡ്മിനിമാരെ, പല ഗ്രൂപ്പുകളുടെയും അഡ്മിനിമാരെ മെസ്സേജുകൾ മുഴുവനും അഡ്മിൻ ഓൺലി ആക്കാൻ നേരമായിരിക്കുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധ റമളാന്റെ രാപ്പകലുകളിൽ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പലരും വഷളായി പോകുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടുത്തെ ഹവാരിയങ്ങൾ, നാട്ടുകാരെ ചോദിച്ചു അത്രേ, അല്ല ഈസാ നബിയെ, സ്വർഗത്തിലേക്ക് പോകാൻ എന്ത് വേണം? ഈസാ നബി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഒരു ചെറിയ കുട്ടിയെ, അവനെ പോലെ നിഷ്കളങ്കതയുള്ള ആളായിരിക്കണം, നിഷ്കളങ്കമായ ഹൃദയം വേണം. സ്വർഗത്തിലേക്ക് പോകാനുള്ള സകല ക്വാളിറ്റിയോടുകൂടെയാണ് അല്ലാഹു നമ്മളെ പഠിച്ചിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അസാധാരണപരമായ 3 ആയത്തുകളെ കൊണ്ടുവന്ന് ആ 3 ആയത്തുകളും പ്രവാചകന്മാരുടെ ആത്യന്തികമായ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ നിറഞ്ഞു കിടക്കുന്ന 3 നാടുകളുടെ പേരുകളെ കൊണ്ടുവന്ന് സത്യം ചെയ്തിട്ട് പരിശുദ്ധ ഖുർആൻ 4-മതായി പറഞ്ഞത് ശുദ്ധ പരിശുദ്ധമായ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ അല്ലാഹു നമ്മളെ പടച്ചത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പിന്നെന്തു പറ്റി? നമ്മൾ ആ വഴിമാറി സഞ്ചരിച്ചത് വഞ്ചന, കളവ്, കിബറ്, റിയാ, ശിർക്ക്, അനവധി ഒട്ടനവധി തിന്മകളിലൂടെ യാത്ര നടന്നപ്പോഴാണ് ഫറദദ്നാ അസ്ഫല സാഫിലീൻ. ഏറ്റവും അധമനായി ഞാനും നിങ്ങളും മാറിയത്. ആ അധമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാതെ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് പരിശുദ്ധ റമളാൻ ഉപയോഗപ്പെടുത്തിയിട്ട് റയ്യാൻ എന്ന ബാബിലൂടെ കടന്നു പോകാൻ പറ്റുക? ആലോചിക്കേണ്ട സമയം, ചെറിയ സമയം, ഹ്രസ്വമായ സന്ദർഭം. ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ചിന്തിക്കാൻ കയ്യിലിരിക്കുന്ന ഫോണുകളെ സമ്മതിക്കാതെ പോകുന്നു, സാഹചര്യങ്ങൾ അനുവദിക്കാതെ പോകുന്നു, ഷെയർ ചെയ്യപ്പെടുന്നു, ലൈക്ക് അടിക്കപ്പെടുന്നു, കമന്റ് ഇടുന്നു. ഒരു ചിന്തയുമില്ല, ഒരു ആലോചനയുമില്ല. എല്ലാം കുത്തിക്കുറിക്കുമ്പോ ചില ആളുകളുടെ കമന്റുകളൊക്കെ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. പടച്ചവനെ, അവരെഴുതിയ ഏറ്റവും വൃത്തികെട്ട ഭാഷ, കൈത്തുമ്പിലൂടെ വിരൽ തുമ്പിലൂടെ കടന്നു വന്ന ആ ഇത്തിരി വേടുകൾ, ആ വേടുകൾ ആയിരക്കണക്കിന് മറ്റു പദങ്ങൾക്കിടയിൽ നിന്ന് ചികഞ്ഞെടുത്തിട്ട് ഉപയോഗിച്ചതാവും. അപ്പൊ അയാളെ കൽബെങ്ങനെയാണ്? എത്ര മലിനം, എത്ര മലിനം! ആ മലിനമായ ഹൃദയത്തെ വിമലീകരിച്ചിട്ട് വേണ്ടേ റയ്യാൻ എന്ന വാതിലിലൂടെ കടന്നു പോകാൻ, റമളാനിലെ ഉപയോഗപ്പെടുത്തി യൂട്ടിലൈസ് ചെയ്തിട്ട് പറന്നു പോകാൻ. ഈ വിമലീകരിക്കപ്പെട്ട ഹൃദയമുള്ള ആളുകൾക്കല്ലാതെ സാധ്യമല്ല. എന്തെഴുതുമ്പോഴും ഇനിയുള്ള നാളുകളിലെങ്കിലും ശ്രദ്ധിക്കണേ. വമാ മിൻ കാതിബിൻ ഇല്ലാ സയുഫ്നാ വയബ്ഖ അദ്ദഹറ മാ കതബത് യദാഹു ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. എന്തെഴുതുമ്പോഴും ചെറുപ്പക്കാരെ ഓർക്ക്, കമന്റ് ആവട്ടെ, സ്റ്റാറ്റസ് ആവട്ടെ, എന്തെഴുതുമ്പോഴും ഓർക്കണേ, എത്ര എഴുത്തുകാരാണ്, അവരൊക്കെ മരണപ്പെട്ടു പോയി. നിങ്ങളെക്കാൾ സാമർത്ഥ്യവും വേഡ് പവറുമുള്ള പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര എഴുത്തുകാരുണ്ടായിരുന്നു. സൈഫ്ന, അവരൊക്കെ മരണപ്പെട്ട് അകാല ചരമം പ്രാപിച്ചിട്ട് കൊല്ലങ്ങളായിട്ടുണ്ട്. പക്ഷേ അവരെഴുതിയ കമന്റുകൾ, അവരുടെ സ്റ്റാറ്റസുകൾ, അവരുടെ അക്കൗണ്ടുകൾ ഇന്നും യൂട്യൂബിൽ വൈറലാണ്. ഇന്നും അത് രേഖപ്പെട്ട് കിടക്കുന്നു, എല്ലാവർക്കും കാണാൻ. കാലങ്ങളോളം എത്രയോ തലമുറകൾക്ക്, പേരക്കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന വിധം വല്യപ്പയുടെ കമന്റ് കിടക്കുന്നു. ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു നാള്
അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ മരണശേഷം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ആലോചന വേണം. അതുകൊണ്ട് ഫലാ തക്തുബ ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. ഏതൊന്ന് ഓരോ എഴുത്തുകളെ കുറിച്ചും ആലോചിക്കണം. നാളെ റബ്ബിന്റെ മുമ്പിൽ 47,000 കൊല്ലത്തെ ജഡ്ജ്മെന്റിന് വേണ്ടി മഹ്ശറയിൽ നിൽക്കുമ്പോ അതിനപ്പുറം 3 കൊല്ലത്തെ ഹിസാബ് കഴിഞ്ഞിട്ട് പോകേണ്ട ആ സിറാത്ത് പാലം ടോട്ടൽ 50 കൊല്ലക്കാലത്തെ ദൈർഘ്യമുള്ള നാളത്തെ മഹ്ശറിനെ കുറിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും? ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. അവിടെ ചെല്ലുമ്പോ സന്തോഷിക്കാൻ വക നൽകുന്ന എഴുത്തുകളും കമന്റുകളും ഷെയറിങ്ങുകളും സ്റ്റാറ്റസുകളും ആക്കാൻ നമ്മൾ ശ്രമിക്കുക. അതെന്തോ ചെയ്തുക്കോ, ഇത് കൂട്ടി തന്നാ മതി. അതുകൊണ്ട് അത് ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയം. എന്തെങ്കിലും കുത്തിക്കുറിക്കല്ലേ, നീ മരിച്ചാലും നിന്റെ അക്കൗണ്ട് ഇവിടെ ഉണ്ട്. ആളുകൾ ലാനത്ത് ചെയ്യുമാറ് വായിക്കുന്ന ആളുകൾ നിന്നെ കുറിച്ച് മോശമായി ചിന്തിക്കില്ലേ? നാട്ടുകാർ അംഗീകാരം എന്തിനാണ് എനിക്ക്? ഇനി അതല്ലേ വായിച്ചോട്ടെ, അവര് എനിക്ക് വേണ്ടിയിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് ഇതെന്റെ ആവശ്യമില്ല. മോനെ, ആരാ നാട്ടുകാരെന്നറിയുമോ? ഒരിക്കൽ ഹബീബിന്റെ ചാരത്തുകൂടെ ഒരു ജനാസ കൊണ്ടുപോകുന്നുണ്ട്, സഹാബത്ത് കൂടെയുണ്ട്. ഒരുപാട് സഹാബിമാരുള്ള സന്ദർഭത്തിൽ ആ ജനാസ കൊണ്ടുപോകുമ്പോ നാശലേന്തിയിട്ട് നാട്ടുകാര് ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനാസ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ സഹാബത്ത് ആ ജനാസയെ കുറിച്ച് നന്മ പറയാൻ തുടങ്ങി. എല്ലാവരും ആ ജനാസയെ കുറിച്ച് നല്ല ആളായിരുന്നു എന്ന് പറയാൻ തുടങ്ങിയപ്പോ എല്ലാവരും നന്മ പറഞ്ഞു. ഫഅസ്നൗ അലൈഹാ ഖൈറാ. ആ ആളെ കുറിച്ച് നന്മ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ ജനാസയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു ഫജവത്. പിന്നെ മറ്റൊരു സമയത്ത് മറ്റൊരു ജനാസ കൊണ്ടുപോകുന്നു. സുമ്മ മർറൂ ബിഉഖറാ ഫഅസ്നൗ അലൈഹാ ശർറാ. ആളുകൾ മുഴുവനും സഹാബത്ത് മുഴുവനും ആ ജനാസയെ കുറിച്ച് മോശമായ കമന്റുകൾ പറഞ്ഞു, അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോ നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു വജബത്. കേട്ടുനിന്ന ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ മാ വജബത്? 2 സന്ദർഭങ്ങളിലായി 2 ജനാസയെ കുറിച്ച് 2 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴും അവിടുന്ന് പറഞ്ഞത് ഒരേ ഒരു വാക്ക് വജബത്. എന്താണ് അതിന്റെ മാന നബിയെ? ഹബീബ് വിശദീകരിച്ചത് ഇങ്ങനെയാണ്, ഹാദാ അസ്നൈതും അലൈഹി ഖൈറാ. നിങ്ങൾ ഉഷാറാണ് എന്ന്, അയാൾ നല്ല ആളാണ് എന്ന് കമന്റ് പറഞ്ഞ ആ ജനാസയില്ലേ, ആ ജനാസ ആ അഭിപ്രായ പ്രകടനത്തെ സത്യം വെച്ചുകൊണ്ട് ഫവജബത് എന്ന് ഞാൻ പറഞ്ഞത്, അത് ഫവജബത് ലഹുൽ ജന്ന, അയാള് അങ്ങനെയെങ്കിൽ സ്വർഗാവകാശിയാണ് എന്ന് ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പിന്നെ ഒരിക്കൽ ആ മറ്റൊരു ജനാസ കൊണ്ടുപോയപ്പോ വഹാദാ അസ്നൈതും അലൈഹി ശർറാ. നിങ്ങൾ ഓരോരുത്തരും അയാളെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോ ഫവജബത് ലഹുന്നാർ. ഞാൻ ആ സഹാബിയെ കുറിച്ച്, ആ മനുഷ്യനെ കുറിച്ച്, ജനാസയെ കുറിച്ച് ഞാൻ മോശമാണ് എന്ന അഭിപ്രായം തന്നെയാണ് എന്റേതും. ഫവജബത് ലഹുന്നാർ. അങ്ങനെയെങ്കിൽ അയാൾക്ക് നരകമാണ്. അതാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് ഹബീബ് പറഞ്ഞു, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർളി. ഹബീബ് അഭിപ്രായം പറയാറില്ല. മാ യൻതുഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അവിടുന്ന് വരുന്ന ദിവ്യ സന്ദേശങ്ങളല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എന്റെ വചനങ്ങളിലില്ലല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഹബീബിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹബീബ് പറഞ്ഞു, അൻതും ശുഹദാ. നിങ്ങളൊക്കെ ആരാണെന്നറിയുമോ? നിങ്ങളൊക്കെ ശുഹദാഉല്ലാഹി ഫിൽ അർള്. ഭൂമിയിൽ അല്ലാഹുവിന്റെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവർ, വിറ്റ്നസ് ആയവർ, ഭൂമിയിലെ നല്ല ആളുകൾ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകള്, അള്ളാഹുവിന്റെ നിയമങ്ങളെ
സാക്ഷ്യം വഹിക്കുന്നവരാണ്, അവന്റെ നിയമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണ്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവരാണ്. അതാ ഞാൻ പറഞ്ഞത്, ആളുകൾ മുഴുവനും നന്മ പറഞ്ഞ ആള് സ്വർഗത്തിലാണെന്നും ആളുകൾ മുഴുവനും മോശം അഭിപ്രായം രേഖപ്പെടുത്തിയ ആള് നരകത്തിലാണെന്നും പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തിനാണ് എന്റെ കമന്റ് വായിച്ചിട്ട് അവന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ആലോചിക്കല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ടിക്ടോക്കിലാണല്ലേ നമ്മൾ ഓരോരുത്തരും. മദ്രാസ് ഹൈക്കോടതി ഇടക്കാലത്തൊരു 3-4 ദിവസത്തേക്ക് ടിക്ടോക്ക് പൂർണ്ണമായി നിരോധിച്ചപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോയ നിമിഷമുണ്ടായിരുന്നു. വീണ്ടും അത് ഇന്ന് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തിരിമേൽ ഈ സംസ്കാരത്തിലുള്ള, ഈ നാട്ടിലും ഈ ജനങ്ങളിലുമുള്ള സംസ്കാരത്തെയും നന്മയും ഊതിക്കെടുത്താൻ വേണ്ടിയിട്ട്, വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ചില ആപ്പുകളുണ്ട് നമ്മുടെയൊക്കെ മൊബൈലുകളിൽ. എന്തിനാണ് മോളെ നിന്റെ മൊബൈലിൽ എന്തിനാണ് ടിക്ടോക്കിന്റെ ആപ്പുകൾ? ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാണത്? ആളാവാനാണോ? അഭിനയിക്കാനാണോ? ആളാവാനാണോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു രാവിലെ ഞാൻ സുബ്ഹ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു രാവിലെ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. പള്ളിയിലാണ് എന്റെ കിടത്തം. ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുഅദ്ദിൻ വന്നിട്ട് എന്റെ കാലിൽ തട്ടിയത്. അവന്റെ കാലുകൊണ്ട് ആഞ്ഞ് തട്ടിയപ്പോ ഞാൻ ഉണർന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മുഅദ്ദിൻ എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, മുഅദ്ദിൻ എന്നെ അറിഞ്ഞില്ലല്ലോ. എനിക്ക് വല്ലാത്ത സന്തോഷമായി. ആ രാവിലെ ഞാൻ സന്തോഷിച്ച അത്ര മറ്റൊരു ദിവസവും ഞാൻ സന്തോഷിച്ചിട്ടില്ല എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മനുഷ്യനെ നശിപ്പിക്കുന്ന 2 കാര്യം: ഒന്ന് ബിത്തിവായിൽ ഹവാ, ശരീരം പറഞ്ഞതിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക; വഹുബ്ബു ഫനാ, ആളുകൾ പൊലിമ പറയുന്നത്, എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നത്, ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ച് തുള്ളുന്നത്, ആളുകളുടെ കമന്റ് അനുസരിച്ച് വീണ്ടും വീണ്ടും വൈറലാകാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. ഇതൊരാളെ നശിപ്പിച്ചു കളയും. ടിക്ടോക്കിൽ അഭിനയിക്കുന്നവരും സ്റ്റാറ്റസ് ഇടക്കിടക്ക് എവിടെ പോയാലും അതൊക്കെ മൊബൈലിലേക്ക്, അക്കൗണ്ടുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നവരും ആലോചിക്കണേ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷം നാട് നീളെ. എന്നെ അറിയാത്തവരില്ല, പക്ഷേ ഞാൻ കിടന്നുറങ്ങിയ പള്ളിയിലെ മുഅദ്ദിൻ എന്നെ അറിഞ്ഞില്ലല്ലോ. ആ സന്തോഷമാണ് എനിക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടായത് എന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. സെൽഫിയുടെ നാട്, സെൽഫിയുടെ ആളുകളായി നമ്മൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു. റമളാന്റെ തൊട്ട് മുമ്പിലാണ് ഈ പറയുന്നത്. അറ്റ്ലീസ്റ്റ് വാഫിക്കൊന്നേ പറയാനുള്ളൂ, ഏറ്റവും ചുരുക്കി പറയാൻ ഒന്നേ ഉള്ളൂ. ചെറുപ്പക്കാരി, ഇബാദത്തെങ്കിലും നീ സെൽഫി എടുത്തയക്കണ്ട, ഇബാദത്തെങ്കിലും സെൽഫി ആക്കാതിരിക്ക്. സെൽഫി ഭ്രമം ആഖിറമല്ല, ദുനിയാവിനെയും തകർത്ത് കളയുമെന്നാണ് പുതിയ പഠനം. 2013 വേർഡ് ഓഫ് ദി ഇയർ ആയി സെൽഫി എന്ന് പറയുന്ന പദം പരിചയപ്പെടാൻ തുടങ്ങിയത്. സെൽഫി എന്ന പദം ഏറെ പരിചയപ്പെട്ടത് ആളുകളുടെ നാവിലേക്ക്, ആളുകളുടെ മസ്തിഷ്കത്തിലേക്ക് അത് കടന്നു വന്നത് എപ്പോഴാണെന്നറിയോ? 2013 വേർഡ് ഓഫ് ദി ഇയർ ആയി സെലക്ട് ചെയ്യപ്പെട്ട സെൽഫി. സ്വന്തമായിട്ട് തന്റെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് സെൽഫി എന്ന് പറയാറുള്ളത്. സെൽഫി ക്യാമറ ഉപയോഗിച്ച് ഈ ഒരു കാര്യം നിർവഹിക്കുന്നത് കൊണ്ട് കൊറിയക്കാർ ഇതിനെ സെൽക്ക എന്ന് പറയും. നമ്മൾ സെൽഫി, കൊറിയക്കാർ സെൽക്ക എന്ന് പറയും. സെൽഫോൺ അല്ലെ, സെൽഫി ക്യാമറ. സെൽഫ് എന്നതിലെ സെൽ എന്നും ക്യാമറയിലെ സിയെ സെൽക്ക എന്ന് കൂട്ടിച്ചേർത്ത് കൊറിയക്കാർ ഇതിനെ സെൽഫിയെ സെൽക്ക എന്ന് പറയും. ഇത് 2013 പോപ്പുലർ ആയത്. അറിയണേ, 2014 ഓരോ ദിവസവും ഗൂഗിൾ ഉസ്താദ് പറയട്ടെ, ഓരോ ദിവസവും എടുത്തുപോയ സെൽഫി എത്രയാണെന്നറിയോ? 29 മില്യൺ. 29 ദശലക്ഷം സെൽഫിയാണ് ആൻഡ്രോയിഡ് ഫോണുകളിലൂടെ മാത്രം ഓരോ ദിവസവും 2014 എടുത്തത്. 5 കൊല്ലങ്ങൾക്കിപ്പുറത്ത് 29 ദശലക്ഷം സെൽഫി 2014 എടുത്തിട്ടുണ്ടെങ്കിൽ 50 ദശലക്ഷം കഴിഞ്ഞിട്ടുണ്ടാകും 2019 ഏപ്രിൽ മെയിൽ.
എന്താണ് നമ്മുടെ ജീവിതവും നമ്മുടെ നന്മയും തകർക്കുന്ന ഏർപ്പാടുകൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. റമളാനായിട്ട് നിർത്തിക്കൂടെ നമുക്ക്? ഇത്തിരിയെങ്കിലും അതിന് സ്റ്റോപ്പ് ഇടാൻ, പൗസ് ചെയ്യാൻ സമയമായിട്ടില്ലേ നമുക്ക്? 29 ദശലക്ഷം സെൽഫിയാണ് ആൻഡ്രോയിഡ് ഫോണുകളിലൂടെ മാത്രം ഡെയിലി 2014 എടുത്തുപോയത്. പഠനം നടന്നു അമേരിക്കയിൽ, പഠനം നടന്നു ഇംഗ്ലണ്ടിൽ. അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് അസോസിയേഷൻ APA എന്ന് പറയുന്ന സംഘടന അതിനെക്കുറിച്ച് പഠനം നടത്തി. ഇംഗ്ലണ്ടിലെ സൈക്കോളജിസ്റ്റായ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ഡേവിഡ് വെയിൽ ഇവര് കൂടിയ സമ്മിശ്ര പഠനത്തിന്റെ റിസൾട്ട്, സർവേയുടെ റിസൾട്ട് പിന്നീട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അത്ഭുതമാണ്. നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല, അത്ഭുതമാണ്. 2 രോഗങ്ങൾക്ക് അടിമയായ ആളുകൾ ഇനി ലോകത്ത് കടന്നു വരാൻ പോകുന്നു. 2 രോഗങ്ങളുടെ അടിമകൾ. സെൽഫി ഭ്രമം ബാധിച്ചു പോയ ആളുകളിൽ ഇനി 2 മാനസിക രോഗം, വിഷാദ രോഗം കടന്നു വരാൻ പോകുന്നു. 1 സൈക്കോപ്പതി, 2 നാർസിസം. നാർസിസം എന്നാൽ സെൽഫ് സെന്റേർനെസ്. ഞാൻ ഉഷാറാണ്, നിങ്ങളൊക്കെ മോശം, ഞാൻ ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നിടത്തേക്ക് ഈ രോഗം മനസ്സിൽ ബാധിക്കും. സെൽഫി ഭ്രമം ബാധിച്ചാലെന്ന് പറയുന്നത് ഭൗതിക ലോകത്തെ മനഃശാസ്ത്ര വിദഗ്ധരാണ്, പരിശുദ്ധ ഖുർആനല്ല, ഹദീസല്ല. അതല്ലേ കാനേഷ് കുമാരി കണക്ക് പ്രകാരം മെറ്റീരിയൽസ് മുസ്ലിമായ നമ്മൾക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ. പരിശുദ്ധ ഖുർആൻ അനുസരിച്ചോ തിരുസുന്നത്തനുസരിച്ചോ അല്ല ഞാൻ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ ഗഫൂറുമാരുടെ നാട്. എനിക്കിഷ്ടമുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ച എന്റെ തീരുമാനം. അതിന് ഞാൻ ഖുർആൻ പരതാറില്ല, ഹദീസ് നോക്കാറില്ല. ഫുഖഹാകളുടെയും അതുപോലെ അഗാധമായ ജ്ഞാനമുള്ള ആളുകളുടെയും വിഷയങ്ങളെ ഞാൻ തെരഞ്ഞുപിടിക്കാറില്ല എന്ന് പറയുന്ന അല്പന്മാരുടെ നാടായി നമ്മൾ മാറിയല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനെ, സെൽഫി ഭ്രമം ബാധിച്ചാൽ നാർസിസം വരാൻ പോകുന്നു. വന്നു കഴിഞ്ഞല്ലോ. ആരാണ് ഉഷാറല്ലാത്തത്? 10 മണിക്കൂറോളം സെൽഫി എടുത്ത ഒരു മലയാളി ചെറുക്കനാണ് 10 മണിക്കൂർ സെൽഫി എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവന്റെ ആകാര ഭംഗി തൃപ്തിപ്പെടാതെ വന്നപ്പോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് മലയാളി ചെറുപ്പക്കാരനാണ്. ആരോടും പറയല്ലേ, ആരോടും പറയല്ലേ. ആതുരാലയങ്ങളിൽ ചർമ്മം മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നത് കൂടിയിട്ടുണ്ട് എന്ന കണക്ക്. മുഖലാവണ്യം, സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട്, ചർമ്മ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് സെൽഫി ഭ്രമം ബാധിച്ച ആളുകൾ വരുന്നു എന്നതാണ് കണക്ക്. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യക്കാർക്കാണത്ര ഈ രോഗം ഏറെയും ബാധിച്ചത് എന്ന് കണക്ക്. ഒന്നും എന്റെ വകയല്ല, എല്ലാം നെറ്റിലടിച്ചു നോക്ക്. പ്രിയപ്പെട്ട മുഅ്മിനെ, ഈ നാർസിസം ബാധിച്ചവരായി നമ്മൾ മാറിയാൽ, ഞാൻ ഉഷാറാണെന്ന് പറയുന്ന തരത്തിലേക്ക് വിഷാദ രോഗം ബാധിച്ചു മാറിയാൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വലാ തർഫ ശഖ്സക, നീ നിന്റെ പേഴ്സണാലിറ്റി നീ തന്നെ ഉയർത്തി കാണിക്കല്ലേ മോനെ, മോളെ, നീ നിന്റെ പേഴ്സണാലിറ്റി ഉയർത്തി കാണിക്കല്ലേ. അതാണ് പരിശുദ്ധ ദീൻ വിഭാവനം ചെയ്യുന്നത്. അതാ നിലപാട്. ഞാൻ ഉഷാറാണ് എന്ന് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്ത് ഇടക്കിടക്ക് എത്ര പേര് കണ്ടു എന്നും എത്ര പേര് ലൈക്ക് അടിച്ചു എന്നും ആരൊക്കെ കമന്റ് ചെയ്തു എന്നും ഇടക്കിടക്ക് നോക്കുന്ന രോഗത്തിന്റെ അടിമകളായി നമ്മൾ മാറിയിട്ടില്ലേ? ആലോചിക്കൂ ഒറ്റക്ക്. അപ്ലോഡ് ചെയ്യപ്പെട്ട ആ ഫോട്ടോ ഓരോ 10 മിനിറ്റിലും എടുത്തിട്ട് ആരൊക്കെ കണ്ടു എന്ന് നോക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തത്തിന്റെ ഉടമകളായി നമ്മൾ, മൗഢ്യതയുടെ ജാള്യതയില്ലാത്ത ആളുകളായി. എന്തേ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. നാർസിസം ബാധിച്ചില്ലേ? ഇഖ്മിൽ ദിക്റക, നിന്റെ ദിക്റുകളെ, നിന്റെ സ്മരണകളെ, നിനക്കുള്ള എല്ലാ ക്വാളിറ്റിയും, നീ എന്തൊക്കെയാണോ പാസ്സായത്, നിനക്ക് എന്തൊക്കെയാണോ ഉള്ളത്, ഇഖ്മിൽ ദിക്റക, നീ നിന്റെ ദിക്റുകളെ, നീ നിന്റെ കാര്യങ്ങളെ മറച്ചു വെക്കണേ എന്ന് പഠിപ്പിച്ച ശരീഅത്താണ്. ഇന്നെല്ലാം എടുത്തിട്ട് ഒഴുകാണ്. സോഷ്യൽ മീഡിയയിലും വാട്സപ്പുകളിലും എന്തൊക്കെ യോഗ്യത ഉണ്ടോ അതൊക്കെ ഇങ്ങനെ വിളമ്പി വിടുകയാണ്.
ഇഖ്മിൽ ദിക്റക വലാ തർഫ ശഖ്സക. ഇതൊക്കെയല്ലേ ദീനിന്റെ നിലപാട്. രണ്ട് ലോകവും നഷ്ടപ്പെടാൻ കാരണമാകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം വഴികളിലേക്ക് ഏറെ ആലോചിച്ച് ശ്രദ്ധയോടെ കരുതലോടെ അല്ലാതെ കടന്നു പോകല്ല മോനെ. രണ്ടാമത്തെ രോഗം സൈക്കോപ്പതിയാണ്. സൈക്കോപ്പതി എന്നാൽ ലാക്ക് ഓഫ് എംപതി. ഒരാളോടും സ്നേഹമില്ല, ഒരാളോടും മമതയില്ല, ഒരാളോടും ദയാദാക്ഷിണ്യമില്ല, ഒരാളോടും എമ്പതിയില്ല, സിമ്പതിയില്ലാത്ത കാലം. ബാപ്പയെ കാണാൻ വരാൻ മോന് നേരമില്ല. ഗൾഫിലാണ് 5-6 കൊല്ലമായി. ബാപ്പയെ കാണാൻ വരാൻ മോന് നേരമില്ലല്ലേ. ജോലിയാണല്ലേ, കമ്പനിയിൽ ലീവ് കിട്ടില്ലല്ലേ. എന്നാ മോനെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഇടക്കിടക്ക് വിസിറ്റ് അടിക്കുന്ന, നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഉംറക്ക് വരുന്ന, എല്ലാം നിന്റെ അടുത്തേക്ക് അവരെ കാണാൻ നിനക്ക് നേരണ്ടല്ലേ. എന്നാൽ നിന്റെ ഉമ്മ ഉപ്പ നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിലിരിപ്പാണ്. നിനക്ക് ഉമ്മയെ കാണാനുള്ള ആ ഒരു മനസ്സില്ലല്ലേ, ആ ഒരു സ്നേഹം ഉമ്മയോടില്ലല്ലേ. ഉമ്മയോട് ഉപ്പയോട് നിനക്കേറെ ധർമ്മമുണ്ട് എന്നറിയാത്തവർ ആരുമില്ല. ഒരു മകനുമില്ല, ഒരു മകവുമില്ല. എല്ലാവർക്കും അറിയാം ഞാൻ ഉമ്മയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന്, ഉപ്പയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന്. ഇന്ന് ഖത്തറിലേക്കോ സൗദിയിലേക്കോ അതുപോലെ ദുബൈയിലേക്കോ പോകണമെങ്കിൽ 20,000 ഇനി 30,000 സീസൺ നോക്കിയിട്ട് ആളുടെ പോക്കറ്റിന്, ആളുകളുടെ യാത്രക്കാരുടെ പോക്കറ്റിന് ബ്ലേഡ് വെക്കുന്ന കമ്പനിക്കാരെ കേൾക്കണേ. എന്തൊരു ചൂഷണമാണിത്. യാത്രക്കാരായ ചെറുപ്പക്കാരാ, എത്രമേൽ വലിയ വിമാന ഫയർ കൊടുത്തിട്ടാണെങ്കിലും നിന്റെ ഉമ്മാനെ കാണാൻ വരണേ. അത് സ്വതഖയാണ്, അത് സ്വതഖയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമയ്യ എന്ന് പറയുന്ന ഒരു ബാപ്പ വന്നിട്ട് നൊമ്പര കഥകളുടെ ഭാണ്ഡങ്ങളെ തായിറക്കി വെച്ചിട്ടുണ്ട് അമീറുൽ മുഅ്മിനീന്റെ മുമ്പില്. എന്താ വിഷയമെന്നറിയോ? എന്റെ മോൻ നിങ്ങളുടെ ഉദ്യോഗസ്ഥനായ ഐലയിലേക്ക് പറഞ്ഞയച്ച നിങ്ങളുടെ ഉദ്യോഗസ്ഥനായ സൗദി അറേബ്യയിലെ ഐല എന്ന നാട്ടിലെ ഗവർണറായ നിങ്ങളുടെ ഉദ്യോഗസ്ഥനായ കിലാബില്ലേ, അതെന്റെ മോനാണ്, അതെന്റെ മോനാണ് ഉമറെ, അതെന്റെ മോനാണ് റളിയല്ലാഹു അൻഹുമാ. ആ മോനെ കാണാൻ ബാപ്പാക്കവന്റെ ഉമ്മാക്ക് ഇഷ്ടമുണ്ട് ഉമറെ, ഒന്ന് വിളിപ്പിക്കാമോ? 5 വരി കവിതയിലാണ് ആ വിഷമത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആ വാപ്പ വിശദീകരിച്ചത്. ലിമൻ ശൈഖാനി ഖദ് നശദ കിലാബാ കിതാബല്ലാഹി ലൗ അഖലൽ കിതാബാ ഉനാദിഹി ഫയഗ്രിളു ഫീ ഇബാഇ ഫലാ വഅബി കിലാബിൻ മാ അസാബാ ഇദാ ശജഅത് ഹമാമതു ബിതീനി വാദി ഇലാ ബൈളാതിഹാ അദൂ കിലാബാ തറക്ത അബാക മുർശിഅതൻ യദാഹു وأمك ما تسع لها شرابا. ഉമറേ, എന്റെ മോൻ കിലാബിനെ കാണാൻ അതിയായ ആഗ്രഹം മനസ്സിനകത്ത് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് എന്റെ കൈകാലുകൾ വിറക്കുന്നുണ്ട് ഉമറേ. ഉമറേ, അവന്റെ ഉമ്മയുണ്ടല്ലോ, സാധു ഉമ്മ, പാവം ഉമ്മ, അവനെ കാണാത്ത വിഷമം കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി ഉമറേ. فإنك والتماس الأجر بعدي كباء الماء يلتمس سرابا. ഇത്രമേൽ മനസ്സ് നിറയെ മകനെ കാണാനുള്ള ആഗ്രഹവുമായിട്ട് മനസ്സ് പൊട്ടുമാറവനെ ഇഷ്ക് കൊണ്ടവനെ കൊണ്ട് തലോടി നടന്നിട്ട് അവൻ എന്നെ ഞങ്ങളെ കാണാൻ വന്നില്ല എങ്കിൽ, ഞങ്ങളുടെ മരണശേഷമാണ് എന്റെ മോൻ ഇവിടെ വരുന്നത് എങ്കിൽ, അവിടെ അങ്ങോട്ട് അവന്റെ ജീവിതം നന്നാക്കാൻ അവൻ ആഗ്രഹിച്ചാൽ, അമല് ചെയ്യാൻ അവൻ ആഗ്രഹിച്ചാൽ, അത് മരീചികയിൽ വെള്ളം തപ്പുന്നതിന് സമാനമാണ് മറേ. എങ്ങനെ ഉമ്മയും ബാപ്പയെയും ആവശ്യമുള്ള സമയത്ത് കാണാൻ ആഗ്രഹിച്ച സമയത്ത് കാണാൻ വരാതെ
മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് ലീവില്ലാത്തവന് ലീവ് കിട്ടിയത്. കമ്പനിയിൽ ലീവില്ലത്ര. ഉമ്മ മരിച്ചു എന്ന് കേട്ടപ്പോ അവൻ കെട്ടിത്തായിരുന്നു വീടിന്റെ മുമ്മറത്തേക്ക്. ആളുകൾ വരുമല്ലോ, അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. അവസാനത്തെ നിമിഷത്തിൽ പോലും ഇളയ മകളെയാണ്, ഫാത്തിമയെയാണ് ആ തള്ള ചോദിച്ചത് എന്ന് ഉമ്മ പറയാറുണ്ട്, അയൽപക്കക്കാര് പറയാറുണ്ട്. എത്രയോ തവണ അവളോട് പറഞ്ഞത്രേ ഉമ്മൻ അവസാന കടത്തമാണ്. ഇത് കൂടുതൽ കാലം പോകുമോ എന്നറിയില്ല. നാട്ടുകാര്, വീട്ടുകാര്, കുടുംബക്കാര് മുഴുവനും വിളിച്ചിട്ട് വരാത്തവൾക്ക് മരിച്ചു എന്നറിഞ്ഞപ്പോ, ബ്രീത്ത് നിന്നു എന്നറിഞ്ഞപ്പോ എവിടെന്നാ ലീവ് കിട്ടിയത്? എവിടെന്നാ ഒഴിവ് കിട്ടിയത്? എവിടെന്നാണ് 20,000-ന്റെയും 30,000-ന്റെയും ഫയർ കൊടുത്തിട്ട് വരാൻ മനസ്സ് കിട്ടിയത്? മോളെ, നിന്റെ ആ വരവുണ്ടല്ലോ, കബാഇൽ മാഇൽ തമിസു സറാബാ, മരീചികയിൽ വെള്ളം തപ്പുന്നതിന് സമാനം. ഖത്തീബുമാര് പറയാറുണ്ട്, അത് പറയണ്ടെന്നോ അത് പറയുന്നത് മോശാണെന്നോ മക്കൾ വരണ്ടോ എന്നോ അല്ല പറഞ്ഞതിനർത്ഥം. അതുമേൽ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ജീവിതകാലത്ത് ഉമ്മയുടെയും ഉപ്പയുടെ വിഷമം അറിയില്ല. ജീവിതകാലത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും വിഷമം അറിയാത്തവർ മരിച്ചാൽ ഉമ്മയുടെയും ഉപ്പയുടെയും അവരിൽ വല്ലതും നാട്ടുകാരുമായിട്ട് സാമ്പത്തികപരമായോ മറ്റോ ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് മകനേറ്റെടുക്കുമെന്ന് ഖത്തീബ് ഉസ്താദ് അനൗൺസ് ചെയ്യുമ്പോ മുന്നിൽ ബിംബമായി നിന്നു കൊടുക്കാൻ ഓടി വരുന്നതിന് മുമ്പ് ഈ ഉമ്മയുടെ കഷ്ടപ്പാട് അറിയണ്ടേ മോളെ? ഈ ഉപ്പയുടെ കടത്തിന്റെ കണക്കറിയണ്ടേ മോനെ? നീ എന്തേ നീ ആലോചിക്കാത്തത്? എന്തേ ഒന്ന് ശ്രദ്ധിക്കാത്തത്? ബാപ്പാ ഉമ്മ വല്ല ആവശ്യവുമുണ്ടോ, വല്ല പ്രയാസവുമുണ്ടോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവരെ മരണശേഷം കണ്ണിനീരൊലിപ്പിച്ച് നാട്ടുകാരെ കാണാനാവട്ടെ, അല്ലാതിരിക്കട്ടെ, നീ വലിയ പിള്ള ചമയാൻ വേണ്ടി വരുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതകാലത്ത് അവരെ ആശ്വസിപ്പിക്കാനോ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനോ അവസരം കിട്ടാത്തവന്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്തവന്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്യാത്തവന്, അവരെ വേർപാടിന് ശേഷം ആളാവാൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് മരീചികയിൽ വെള്ളം തപ്പുന്നതിന് സമാനമെന്ന് ഉമയ്യ റളിയല്ലാഹു അൻഹു മകനെ കാണാനുള്ള ആഗ്രഹം അത്രയും ഉന്നത ലെവലിലാണ് എന്ന് ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. ആരോടും സ്നേഹമില്ലാത്ത നാട്, ആരോടും മമതയില്ലാത്ത നാടായിട്ട് നമ്മുടെ നാട് മാറാൻ പോകുന്നു. സെൽഫി ഭ്രമം ബാധിച്ചാൽ സംഭവിക്കാൻ പോകുന്ന വിഷയമാണത്. ഇനി ആഖിറത്തിലോ? ദുനിയാവിൽ 2 രോഗം വരും, ഒന്ന് നാർസിസവും 2 സൈക്കോപതിയും. ഇനി ആഖിറത്തിൽ എന്താണ് അവസ്ഥ? ഇബാദത്ത് പോലും സെൽഫിയാക്കി വിടുന്നവരെ, കമന്റുകൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നവരെ, മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നവരെ, കിറ്റ് കൊടുക്കുന്നവരെ എല്ലാവരും ഒന്നോർക്കണേ. ആളറിയാൻ വേണ്ടി ചെയ്താൽ അത് നാളെ ഇല്ല. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തായി കിടക്കുമ്പോ അവിടത്തെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി ആളുകൾ കുളിപ്പരയിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോ ആ ജനാസ കുളിപ്പിച്ച ഗാസിലുമാർ കുളി കഴിഞ്ഞ ശേഷം കഫൻ ചെയ്യാനും മറ്റുമൊക്കെയായി മാറ്റിക്കൊടുത്തിട്ട് കുളിപ്പരയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീടിന്റെ ചുറ്റും അനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി വന്ന സഹാബത്തിനോട്, താബിയത്തുകളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയോ തങ്ങൾ കുട്ടിയാണ് അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ എന്നവർ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ്. ആരാണ് തങ്ങൾ കുട്ടിയെ അടിച്ചത്? അച്ചാലും മുച്ചാലും അടിച്ചിട്ടുണ്ടല്ലോ, 2 ഷോൾഡറിലും ചാട്ടവാറിന്റെ അടയാളം കാണുന്നുണ്ടല്ലോ. അറിയോ നിങ്ങൾക്ക്? അറിയോ നിങ്ങൾക്ക്? ഖാസിലുമാര് പരക്കെ നടന്ന് ചോദിച്ചിട്ടുണ്ട്, അറിയോ നിങ്ങൾക്ക്? ആരെ കാലത്താണ്? സിദ്ദീഖ് തങ്ങളെ കാലത്ത്, ഉമർ തങ്ങളെ കാലത്ത്, ആരുടെയെങ്കിലും ഭരണകാലത്ത് ഏതെങ്കിലും ഒരു പെറ്റീഷൻ ഇവർക്കെതിരെ കോടതിയിൽ വന്നിട്ടുണ്ടോ? ഇസ്ലാമിക കോടതി അവരെ അടിക്കാൻ വേണ്ടി, പണിഷ് ചെയ്യാൻ വേണ്ടി നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയുമോ? അവരൊക്കെ കൈമലർത്തി, അറിയില്ലല്ലോ, പരിചയമില്ലല്ലോ, കേട്ടുകേൾവി പോലും ഇല്ലല്ലോ എന്ന് അവരെല്ലാം കൈമലർത്തിയിട്ട് 40 നാള് കഴിഞ്ഞപ്പോഴാണ് മദീനയിലെ 60ഓളം വീട്ടുകാർ വന്ന് സഹാബത്തിന് താബിയത്തുകളോട് പറഞ്ഞത്. അറിയണേ, ഈ 40 നാള് കഴിഞ്ഞപ്പോഴാണ്
മദീനയിലെ 60ഓളം വീട്ടുകാർ ഒരേ പ്രയാസത്തിന്റെ കഥ പറഞ്ഞു വന്നത്. എന്താണ് ആ കഥയെന്നറിയുമോ? ഞങ്ങളുടെ വീട് അടുപ്പ് പുകഞ്ഞിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. എന്തേ പറ്റിയത്? എന്താ അടുപ്പ് പുകയാത്തത്? പട്ടിണിയാണോ? വല്ല പ്രയാസവുമാണോ? സാമ്പത്തിക പ്രതിസന്ധിയാണോ? ജോലിയില്ലായ്മയാണോ? എന്തേ ഞങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞപ്പോ 60 വീട്ടുകാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, ഞങ്ങൾ പാവങ്ങളാണ്, ഫക്കീറുകളാണ്, മിസ്കീനുകളാണ്. ഞങ്ങളുടെ വീടുകളിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങളെ, ഇൻഗ്രീഡിയൻസുകളെ, ഗോതമ്പ് മാവുകളെ കൊണ്ടുവന്ന് തന്നിരുന്നത് അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നു. ആ അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ തങ്ങൾ 40 നാളുകൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വേണ്ട വിധം പാകം ചെയ്തിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ വീടുകളിൽ ഗോതമ്പിന്റെ മാവുകളില്ല, മറ്റ് ഇൻഗ്രീഡിയൻസുകളില്ല. ഇരുട്ടായാൽ ആവശ്യമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമാകുന്ന വീടുകളിലേക്ക് പോർട്ടറെ വിളിക്കാതെ, ആമിലുമാരെ വിളിക്കാതെ, ഖാദിമുമാരുടെ സേവനം സ്വീകരിക്കാതെ സ്വന്തം ഷോൾഡറിൽ കനമുള്ള ഗോതമ്പ് മാവിന്റെ ചാക്ക് കയറ്റി വെച്ചിട്ട് ഇരുട്ടിന്റെ മറവിലൂടെ നടന്നിട്ട് ആവശ്യക്കാരെ വീട്ടുമുറ്റത്ത് കോലായിൽ എത്തിച്ചു കൊടുത്തു അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ. പരസ്യപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ പറയും അന്ന് സെൽഫി എവിടെ? അന്ന് ഈ സംവിധാനങ്ങളൊക്കെ എവിടെ? ചോദിക്കാമോ? ചോദിക്കാം നിങ്ങൾക്കെല്ലാം. പക്ഷേ വേറെ രീതിയിൽ പബ്ലിസിറ്റി കിട്ടൂലായിരുന്നു. സഹായത്തിനൊരു ലേബറെയോ പോർട്ടറെയോ വിളിച്ചിരുന്നുവെങ്കിൽ അവൻ ഒരു നാൾ ഞാൻ ഈ ചെയ്യുന്ന സേവനത്തെ ആളുകളോട് വിളിച്ചു പറയും. അതൊരു പബ്ലിസിറ്റി ആകും പാടില്ല. ആരും അറിയരുത്, ആരും അറിയരുത്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത കനമുള്ള ഗോതമ്പ് മാവിന്റെ ചാക്കുകളിലെ അതിന്റെ ഹാഷിയ, അതിന്റെ സൈഡ് ഷോൾഡറിൽ അമർന്ന് കിടന്നപ്പോൾ വന്ന പാടുകളാണ് ചാട്ടവാറടിച്ച പോലെ കറുകറുത്ത വരകളായിട്ട് ഷോൾഡറിൽ ചുമലിൽ കിടന്നത്. ഹാസിലുമാര് ഞെട്ടിപ്പോവുകയാണ്. അതാണ് അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് ഉമ്മയോട് പരിത്തിഷ്ടമായിരുന്നു. അറിയണം, അവർക്ക് പരിത്തിഷ്ടമായിരുന്നു. നാട്ടുകാരും കൂട്ടുകാരും ചോദിച്ചു. എല്ലാവർക്കും അറിയാം അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ തങ്ങൾക്ക് ഉമ്മയോട് ഇഷ്ടമാണെന്ന്. എന്നാൽ ഒരിക്കൽ പോലും ഒരു തീന്മേശയ്ക്ക് ഇരുവശങ്ങളിലും ഇരുന്നിട്ട്, ഒരു തീന്മേശയിലെ ഇരുവശത്തും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. ഇത്ര ഇഷ്ടമുള്ള ഉമ്മാക്ക് സർവ് ചെയ്ത് എല്ലാം വിളമ്പിക്കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നത് സ്നേഹമുള്ളവർക്കിടയിൽ നടക്കുന്ന ഒരു ഓർഡിനറി പ്രോസസ് അല്ലേ? എന്തേ നിങ്ങളിൽ കാണാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ തങ്ങൾ പറഞ്ഞത്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കഴിക്കാൻ മനസ്സ് വരുന്നില്ല. എന്ത് പറ്റിയെന്നറിയോ? ഇത്രയുമേറെ എനിക്കിഷ്ടമുള്ള ഉമ്മാന്റെ കൂടെ ഞാൻ ഭക്ഷണത്തിന് നിന്നാൽ ഫലാ തതഖദ്ദം ഇലൈഹിം ഇല്ലാ ഫിൽ ളറൂറ. ആ ഉമ്മ കഴിക്കുന്ന ഭക്ഷണം തീന്മേശയിൽ ഒരുക്കി വെച്ച സർവ് ചെയ്യപ്പെട്ട ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണങ്ങളിൽ അതെടുക്കണം ഇതെടുക്കണം എന്ന് ഉമ്മ കണ്ണുവെച്ചത്, ആഗ്രഹിച്ചത് ഞാൻ അറിയണില്ലല്ലോ. അത് പൊന്നുമോനായ ഈ അലി ഇബ്നു ഹുസൈൻ ഉമ്മയുടെ ആഗ്രഹമുള്ള ഭക്ഷണത്തിന്റെ പീസുകളെ ഞാൻ എടുത്തു പോകുമോ എന്ന് പേടികൊണ്ടാണ്, അതബിന് വേണ്ടിയാണ് ഞാൻ കൂടെ ഇരുന്നിട്ട് ഏറ്റവും വലിയ സ്നേഹത്തിന് കാരണമാകുന്ന ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നതിന് ഒഴിവാക്കുന്നത് എന്ന് പഠിപ്പിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സൂക്ഷ്മതയുടെ റോൾ മോഡലാണ് അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ഇനി വേണോ എന്നാലോചിക്ക്. ചെയ്യുന്ന അമലുകളെ സെൽഫിയാക്കിയിട്ട് എല്ലാവരെയും കാണിക്കുന്നത് എന്തിനാണ്? എല്ലാവരെയും അറിയിക്കുന്നത് എന്തിനാണ്? എന്താണ് അതിന്റെ ആവശ്യം? അതുപോലെ ഇന്ന് ഗെറ്റ് ടുഗദറുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 2010 8A പഠിച്ച ആളുകളെ എല്ലാം നമ്പർ കമന്റ് ചെയ്യണം, അത് എഴുതി വിടണമെന്ന് ഫേസ്ബുക്കിൽ ഒരാൾ ആവശ്യപ്പെടുമ്പോ 2010 പഠിച്ച ഭൗതിക കലാലയത്തിലെ ആ ക്ലാസ്സിലെ 40 പേര് കെട്ടിച്ചേച്ച പെണ്ണുണ്ട്, വിവാഹം കഴിഞ്ഞ ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാവരുടെയും നമ്പർ ഷെയർ ചെയ്യപ്പെടുമ്പോ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോ ആ ഗ്രൂപ്പിലൂടെ ഇന്നലകളിൽ നടന്നുപോയ പാടുള്ളതും പാടില്ലാത്തതുമായ വിഷയങ്ങളെ ഷെയർ ചെയ്യപ്പെടുമ്പോ ഈ വിഷയത്തിൽ മാത്രമായി കേരളത്തിൽ നടക്കുന്നത് അനവധി ഡൈവോഴ്സുകളാണ്, അനവധി ത്വലാഖുകളാണ് എന്ന് പുതിയ പഠനം. എന്തൊരബദ്ധമാണ്!
ഗെറ്റുഗതറുകളില്ലാത്ത, ആലുമിനി മീറ്റുകളില്ലാത്ത, ഖൈറില്ലാത്ത മേഖലയിൽ പരമാവധി നമ്മൾ ഓരോരുത്തരും ചമ്രം പടഞ്ഞിരുന്നിട്ട് മെനഞ്ഞെടുത്തിട്ട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖബ്ബബ ഇംറാഅതൻ അലാ സൗജിഹാ, തന്റെ ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണിന്റെ സ്നേഹം കുറക്കുന്ന വാക്ക് പോലും പറയുന്നവന് വലൈസ മിന്നാ വലൈസ മിന്നാ വലൈസ മിന്നാ, അവൻ എന്റെ ഉമ്മത്തിൽ പെട്ടതല്ല, എന്റെ ദീനിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാൻ കൊള്ളാവുന്നവനല്ലവൻ. മൻ ഖബ്ബബ ഇംറാഅതൻ അലാ സൗജിഹാ, ഭർത്താവിൽ നിന്ന് സ്നേഹം കുറക്കുന്ന വാക്ക് പറയുന്നവൻ, ഭാര്യയിൽ നിന്ന് സ്നേഹം കുറക്കുന്ന കാര്യം ഭർത്താവിനോട് ചൊല്ലിക്കൊടുക്കുന്ന ആണ് പെണ്ണ്. അങ്ങനെയല്ലേ ഇന്ന് ഭർത്തുമതികളായ എത്ര സഹോദരിമാർ ഓടിപ്പോകുന്നത്? പ്രണയം ഇന്നോ ഇന്നലെയോ 2019 സൃഷ്ടിയല്ല പ്രണയം. അനാഖും മിർസദ് ഇബ്നു അബീ മിർസദ് തങ്ങളും നടന്ന പ്രണയത്തിന്റെ കഥ നിങ്ങൾക്കറിയാം. ഹബീബിനോട് മസ്അല ചോദിച്ചത് നിങ്ങൾക്കറിയാം. അസ്സാനി ലാ യസ്നി ഇല്ല അസ്സാനി വസ്സാനിയ എന്ന് പറയുന്ന ആയത്തിറങ്ങിയത് വ്യഭിചാരം ചെയ്യുന്നവൻ വ്യഭിചാരിണിയെയോ മുശ്രിക്കത്തിനെയോ അല്ലാതെ കല്യാണം കഴിക്കില്ല എന്ന ആയത്തിറങ്ങാൻ ഉണ്ടായ കോണ്ടക്സ്റ്റിലെ മിർസദ് ഇബ്നു അബീ മിർസദിനെ പരിചയമില്ലാത്തവരാര്? അതിലെ ലവറായിരുന്ന അനാക്കിനെ പരിചയമില്ലാത്തവരാര്? അറിയണേ. എന്നാൽ പ്രണയം എന്നോ ഉണ്ട്. പക്ഷേ ആ പ്രണയത്തിനൊരു ധർമ്മമുണ്ടായിരുന്നു. ആളുകൾ അറിയുമോ എന്ന പേടിയുണ്ടായിരുന്നു. മഹല്ല കമ്മിറ്റിയോ ബാപ്പയോ ഉമ്മയോ പെണ്ണെ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടുകളയുന്ന ശൈലി ഉണ്ടായിരുന്നു. കളിപ്പീരിന് വേണ്ടി കലാലയങ്ങളിലെത്തുമ്പോൾ മാത്രമൊന്ന് സ്നേഹിച്ച് കത്തുകൾ കൈമാറ്റം ചെയ്ത് കഴിയുമ്പോ ഫെയർവെൽ പാർട്ടിക്ക് പിരിച്ചുവിടുന്ന പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഹലാലായിരുന്നു എന്ന് പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ ഇന്ന് അവിടെ നിന്നെല്ലാം പിടുത്തം വിട്ട് എല്ലാ സീമകളും ലംഘിച്ച് ഒളിച്ചോടി പോകുന്ന തരത്തിലേക്ക് കയറൂരി വിടപ്പെടുമ്പോ നമ്മുടെ സംസ്കാരങ്ങളുടെ ഞെട്ടുകളറ്റിട്ട് പാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോ, ഇന്നലകളിൽ 2018 നിന്ന് പ്രണയിച്ച ആണും പെണ്ണും മറ്റൊരിക്കൽ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ചിട്ട് നീ എങ്ങനെ വന്നത്? ഞാൻ വന്നതോ ഞാൻ ടാക്സി പിടിച്ചിട്ട് വന്നതാണ്. ഭർത്താവ് പൈന്ററാണ്, അയാൾക്ക് വരാൻ ഇഷ്ടമില്ല, നീ വേണമെങ്കിൽ പൊയ്ക്കടി എന്ന് പറഞ്ഞേച്ചതാണ്. നിങ്ങൾ എങ്ങനെ വന്നു? ഞാൻ വന്നത് റോൾസ് റോയ്സ് കാറിലാണ്, മിനി കൂപ്പറിലാണ്. ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്റെ കൂടെ കൂടിക്കോ എന്ന്? അന്ന് ബാപ്പയെ പേടിയാണെന്ന് പറഞ്ഞ്, ഈ സംസ്കാരത്തെ പേടിക്കുന്നു എന്ന് പറഞ്ഞ്, മഹല്ല് കമ്മിറ്റിയെ പേടിക്കുന്നു എന്ന് പറഞ്ഞ്, കയ്യോക്കുള്ള ആങ്ങളയുടെ പേര് പറഞ്ഞിട്ടാണ് നീ എന്നിൽ നിന്ന് വൈദ്യുമാറിയത്, അനുഭവിച്ചോ എന്ന് പറയുന്നിടത്തേക്ക് ഗറ്റുഗതറിലെ ചില പഞ്ചാരമൂലകൾ അവസരം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കേൾക്കണേ. മൻ ഖബ്ബബ ഇംറാഅതൻ അലാ സൗജിഹാ, ഭർത്താവിൽ നിന്ന് സ്നേഹം കുറക്കുന്ന വാക്ക് പറഞ്ഞ അതിന് അവസരങ്ങൾ ഒരുക്കിയ ഗറ്റുഗതറുകാർ കേൾക്കണേ. വലൈസ മിന്നാ വലൈസ മിന്നാ വലൈസ മിന്നാ, അവൻ എന്നിൽപ്പെട്ടവനല്ല. അത്തരം വാക്ക് പറയുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, എന്നിൽപ്പെട്ടവളല്ല എന്ന് ആരംഭ നബിയെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നെല്ലാം ഷെയർ ചെയ്യപ്പെടുന്നു. ഇനി വരാൻ പോകുന്നു. നാളെ രാത്രി ശക്കിന്റെ രാവാകാൻ പോകുമ്പോ, നാളെ മഗ്‌രിബോട് അടുക്കുന്ന സമയം ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരും. പലയിടത്ത് കണ്ടു, മാറാട് കണ്ടു, കണ്ണൂര് കണ്ടു, അല്ലെങ്കിൽ ഇപ്പുറത്ത് പൊന്നാനി കണ്ടു, താനൂര് കണ്ടു, ബീച്ചിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുമ്പോ ആലോചിക്കണേ. അത് കാണുന്നവരും ഷെയർ ചെയ്യുന്നവരും റീസെന്റ് ചെയ്യുന്നവരും ആലോചിക്കണേ. ഒരാളെ ആരാണത്? സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 10,000 സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിൽ ഒരാളാണ്, 10,000 സ്റ്റാഫിൽ ഒരാൾ മാത്രം ഹുദ്ഹുദ് പക്ഷി, ഒരേ ഒരു സ്റ്റാഫ് ഹുദ്ഹുദ്. ആ ഹുദ്ഹുദിനെയാണ് യമന്റെ ഭാഗത്തേക്ക് വെള്ളമന്വേഷിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞയച്ചത്. പെങ്ങളെ, പരിശുദ്ധ റമളാന്റെ തൊട്ടു മുമ്പാണ്. ഇയാൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ആലോചിക്കല്ലേ. കൈകളിൽ നിന്ന്, ഉപയോഗങ്ങളിൽ നിന്ന് ഇത്തരം വിഷയങ്ങളിൽ മാറ്റം വേണം. അത് നാം ഉറപ്പിക്കണം, നമ്മൾ തീരുമാനമെടുക്കണം. ഇന്നത്തെ രാത്രി കിട്ടുന്നത് മുഴുവനും ഷെയർ ചെയ്യുന്നതിന്റെ മുമ്പേ ഗ്രൂപ്പായ ഗ്രൂപ്പുകളിലേക്ക് മുഴുവനും
ഞാൻ എന്റെ നമ്പറിൽ നിന്ന് ആദ്യം അയക്കണം എന്നുള്ള ആ ഒരു വാശിയോ ആ ഒരു ദുരഭിമാനമോ ആവശ്യമില്ല. എന്തിനാണത്? ഫേക്ക് ഐഡി ഉപയോഗിച്ച് ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്നത്? നമ്മൾ എന്തിനാണ് ഒരു ആലോചന പോലുമില്ലാതെ റബ്ബ് എന്തിനാ ബുദ്ധി തന്നത്? അതുകൊണ്ടൊന്ന് ആലോചിച്ച് ശരിയോ തെറ്റോ എന്നുറപ്പ് വരുത്തിയിട്ട് അത് ഷെയർ ചെയ്യാനും അത് ഫോർവേഡ് ചെയ്യാനും അത് റീസെന്റ് ചെയ്യാനും ശ്രമം നടത്താൻ ചുരുക്കിയെങ്കിലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിലും ആലോചിക്കുക. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളമന്വേഷിച്ച് പറഞ്ഞയച്ച ഉദ്ഹുദ് പക്ഷിക്ക് അലോട്ട് ചെയ്തു കൊടുത്ത സമയമുണ്ടായിരുന്നു. ഇത്തിരി സമയമെടുത്ത് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. എന്നാൽ ഉദ്ഹുദ് പക്ഷി വരാൻ നേരം വൈകിയപ്പോഴാണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനമെടുത്തത്. അള്ളാഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആന്റെ വചനമാണത്, ഞാൻ ആ പക്ഷിയെ അറുത്ത് കളയും, അല്ലെങ്കിൽ ഞാൻ വലിയ പണിഷ്മെന്റുകളെ പെയിൻഫുൾ ആയ ശിക്ഷ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. തീരുമാനമെടുത്തു. അലോട്ട് ചെയ്ത സമയത്തിനപ്പുറം ഉപയോഗിച്ച ഉദ്ഹുദ് പക്ഷി തിരിച്ചു വന്നാൽ ഞാൻ അറുത്ത് കളയുമെന്ന് തീരുമാനം. ഇനി അറുക്കുന്നില്ലെങ്കിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന പണിഷ്മെന്റ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉദ്ഹുദ് പക്ഷി പറന്നു വന്നു. ശീൽക്കാര ശബ്ദത്തോടുകൂടെ മന്ദം മന്ദം പറന്നു വന്നിട്ട് ഉദ്ഹുദ് പക്ഷി പറഞ്ഞു സുലൈമാൻ നബിയോട്, ലൈറ്റായി സത്യമാണ്, നിയമങ്ങളെയും സമയത്തെയും ലംഘിച്ചു എന്നത് സത്യമാണ് സുലൈമാൻ നബിയെ. കാരണമുണ്ട്. എന്താ കാരണമെന്നറിയുമോ? ഞാൻ യമനിലെത്തിയപ്പോ അവിടത്തെ സിറ്റുവേഷൻ വേറെയാണ്, അവിടത്തെ രാജ്ഞി വേറെയാണ്. അവിടെ ബിൽഖീസ് എന്ന് പറയുന്ന ഒരു രാജ്ഞിയുണ്ട്. ആ രാജ്ഞിയുടെ അനുയായികളുണ്ട്. മൊത്തത്തിൽ അവരെ ആരാധന ജഗനിയന്താവായ അള്ളാഹുവിനെ അല്ല, അമ്പര ഗംഗയിൽ പരകോടി ഗഗനചാരികളിൽ ഒന്നായ സൂര്യനെ മാത്രം ആരാധിക്കുന്ന നാട്ടുകാരാണ് ബൽഖീസും അവരുടെ നാട്ടുകാരും. എന്താണ് അവർ ആരാധന, അവരുടെ നിലപാട്, അവരുടെ അപ്രോച്ച്മെന്റുകള്? ഞാൻ അതറിയാൻ വേണ്ടി സമയമെടുത്തതാണ്, അല്ലാതെ ഞാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതല്ല എന്ന് സത്യസന്ധമായി ബോധ്യപ്പെടുത്തിയപ്പോൾ പോലും സുലൈമാൻ നബി പറഞ്ഞത് ഇങ്ങനെയാണ്, അസ്വദഖത അം കുൻത മിനൽ കാദിബീൻ. ഉദ്ഹുദേ, അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാമായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ വിഴുങ്ങില്ല. അസ്വദഖത അം കുൻത മിനൽ കാദിബീൻ. നീ പറയുന്നത് സത്യമാണോ കളവാണോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു സുലൈമാൻ നബി. ഫേക്ക് ന്യൂസ് വരുമ്പോ ഇത് ആര് വിട്ടു? വിശ്വസിക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകളിലുണ്ടോ എന്നാലോചിക്കാനുള്ള സമയമെങ്കിലും എടാ ചെറുപ്പക്കാരെ നിനക്കുണ്ടാവണേ. എല്ലാം തട്ടിവിടല്ലേ, എല്ലാം ഒഴുക്കിലങ്ങ് വിടല്ലേ. ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിപ്പോകും. എത്ര കമന്റുകളാണ്, എത്ര ഷെയറുകളാണ്, എത്ര ലൈക്കുകളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തു പോകുന്നത്. അള്ളാഹ്ക്ക് പൊരുത്തമുണ്ടോ? അള്ളാഹ്ക്ക് പൊരുത്തമുണ്ടോ? എന്തേ നമ്മൾ ആ കാര്യത്തിൽ കാര്യഗൗരവത്തോടെ കാണാത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല 60ന്റെയും 70ന്റെയും ഇടയിൽ ആയുസ് ക്രമീകരിച്ച ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടിയിട്ട്, അവിടുത്തെ സൊസൈറ്റിയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് 1000 കൊല്ലമൊക്കെ ജീവിച്ചു പോയ നൂഹ് നബിയുടെയും ആദം നബിയുടെയും അവിടുത്തെ തലമുറയും അവിടുത്തെ സമുദായവും കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് എത്താൻ ഈ ചെറിയ ഹ്രസ്വ കാലയളവ് മാത്രമുള്ള സമുദായത്തിന് അവിടെ എത്തിപ്പിടിക്കാൻ അല്ലാഹു തന്ന സംവിധാനമാണ് മോനെ സോഷ്യൽ മീഡിയ. ആകില്ല അങ്ങനെ സംസാരിച്ചാൽ അധികമാകുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട്? നഹ്നക്തുബു മാ ഖദ്ദമൂ വആസാർ. ചെയ്ത കർമ്മങ്ങൾ നന്മയാണെങ്കിൽ സവാബ്, തിന്മയാണെങ്കിൽ വിസ്ർ അല്ലാഹു രേഖപ്പെടുത്തും. സത്യമാണ്. അതാണ് നക്തുബു മാ ഖദ്ദമൂ വആസാർ. ഇനി ആസാറിന്റെ മാനയെന്ത്? എന്താണോ നീ ചെയ്ത കർമ്മം അതിന്റെ ഇമ്പാക്റ്റിനും കൂലിയുണ്ട്. എത്ര ധർമ്മമാണത്? നീ ചെയ്ത അമലുകളുടെ ഇമ്പാക്റ്റിന്, ഫീഡ്ബാക്കിന് കൂലിയുണ്ട്, കുറ്റമുണ്ട് എന്ന് ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാർ വകുല്ല ഷൈഇൻ. ചെയ്ത അമലുകളുടെ പ്രതിഫലം വേറെ, അതിന്റെ ഫീഡ്ബാക്കുകളുടെ പ്രതിഫലം വേറെ.
ഫീഡ്ബാക്ക് നന്നായാൽ നിന്റെ അക്കൗണ്ടുകളിലേക്ക് മരിച്ചാലും വരുന്ന നന്മ, ഫീഡ്ബാക്ക് മോശമായാൽ നീ അയച്ച മെസ്സേജുകളും വീഡിയോകളും അതുപോലെ കട്ട് ചെയ്ത ഫിലിമിന്റെ ഭാഗങ്ങളും വയലിന്റെ ക്ലിപ്പുകളും ആളുകൾക്ക് ഉപകാരപ്പെട്ടു, അതുകൊണ്ട് നന്മയിലേക്ക് അവരെത്തിയാൽ അതല്ലോ നന്മയുടെ ഇമ്പാക്ട്. അതിന്റെ പ്രതിഫലം എത്ര കാലമും ആ മനുഷ്യൻ ജീവിക്കുന്നുവോ അയാള് ഷെയർ ചെയ്തിട്ട് മറ്റ് അനാഥി ആളുകൾ കണ്ട് അവരും ഇതുപോലെ നന്മയിലേക്ക് വന്നിട്ടുണ്ടോ? ഒരു മണി ചെയിൻ സംവിധാനം പോലെ അള്ളാഹു അതിന്റെ മുഴുവനും നിന്റെ അക്കൗണ്ടിലേക്ക് തരുമെന്ന്. നുഹിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാർ. ഇനി നീ അയച്ചു കൊടുത്തത് ഈബത്തിന്റെയും നമീമത്തിന്റെയും ടെക്സ്റ്റ് മെസ്സേജുകളാണ്. അത് വായിച്ചവർ ലഅനത്ത് ചെയ്തത് വേറെ. നിന്നെ പോലെ മലിനമായ ഹൃദയമുള്ളവർ അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കും സെൻഡ് ചെയ്തു കൊടുത്തു, അവരൊക്കെ കണ്ടു. അതുപോലെ നീ ഒരു അന്യ പെണ്ണിന്റെ ശരീരം ഒരാൾക്ക് അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരിടങ്ങളെയും ഡാൻസുകളെയും അങ്ങനെയുള്ള തീം അവതരിപ്പിക്കുന്ന വിഷ്വലുകളെയും നീ ഒരാൾക്ക് അയച്ചു കൊടുത്താൽ അത് കണ്ട് എത്ര പേര് കണ്ടു മോനെ? അവരൊക്കെ കണ്ണുകൊണ്ട് ചെയ്ത സിനയുടെ വിസറുകളെ നിന്റെ അക്കൗണ്ടിലേക്ക് അല്ലാഹു തരുമെന്നാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക് ഞൊടിയിടയിലെത്താൻ കഴിയുന്നത്, അത്രമേൽ അധമനായി മാറാൻ കഴിയുന്ന ഒരു ഉപകരണം ആണ് മോനെ നിന്റെ കയ്യിൽ കിടക്കുന്നത്. കരുതലോടെ ഉപയോഗിച്ചേക്കണേ. റമളാനാണ്, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലി അങ്ങനെ 700-20,000 പടച്ചവനെ അറിയുള്ളൂ എത്രയാ കൂലി എന്ന്. അത്രമേൽ ഒരു നന്മക്ക് കൂലി കൊടുക്കുന്ന ജഗനിയന്താവായ റബ്ബ് തന്ന പരിശുദ്ധ റമളാന്. ആ റമളാനിൽ നന്മ പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഒരു തിന്മ ചെയ്താൽ അതിനും കുറ്റം കൂടുതലാണ്. ഓർമ്മ വേണം. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ ആളുകളെ പരിഹസിക്കുന്നു, ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ഇല്ലാത്ത വിഷയങ്ങൾ ഇങ്ങനെ കൊമ്പ് കോർപ്പിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്കിടയിൽ ബന്ധങ്ങളെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത നമീമത്തുകളെ, ഇല്ലാത്തതൊക്കെ പടച്ചു വിടുന്നവർ, വൈറലാക്കാൻ ശ്രമിക്കുന്നവർ, മറ്റവൻ ഇഷ്ടമില്ലാത്തത് എല്ലാം ഏറ്റെടുത്തിട്ട് ആളുകളുടെ മുമ്പിൽ ഒന്നുമല്ലാതാക്കാൻ ശ്രമം നടത്തുന്ന ആളുകൾ കേൾക്കണേ. കാർട്ടൂണുകളുടെ കാലം, രാഷ്ട്രീയമാവട്ടെ, ഏത് രീതിയിൽ ഏത് ജോലി ചെയ്യുന്നവരാവട്ടെ, ഏത് ഇൻഡസ്ട്രിയിൽ, ഫിലിം ഇൻഡസ്ട്രിയിലാവട്ടെ, എവിടെയായാലും നന്മയല്ല. ആരെ കുറ്റപ്പെടുത്തുന്നുവോ, ആരെ നിങ്ങൾ കാർട്ടൂൺ വരക്കുന്നുവോ, ചില ആളുകൾ, ചില രാഷ്ട്രീയക്കാരുടെയൊക്കെ കാർട്ടൂണുകൾ കാണാം. അവരുടെ തലയുടെ ഭാഗത്ത് മോർഫ് ചെയ്തിട്ട് വന്യ ജീവികളുടെ അല്ലെങ്കിൽ നാടയുടെയും സിംഹത്തിന്റെയും ഒക്കെ തല മാറ്റി മോർഫ് ചെയ്ത് വെച്ചിട്ട് കാർട്ടൂൺ എന്ന പേരിൽ പത്രമാധ്യമങ്ങളിലും അല്ലാതെയും വല്ലാതെ ഷെയർ ചെയ്യുന്നവര് കേൾക്കണേ. ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു ജീവിയോട് ഒരാളെ താരതമ്യപ്പെടുത്തിയിട്ട് അയാളെ പരിഹസിക്കുകയോ അയാളെ കുറിച്ച് പരിഹാസ്യത ഉണ്ടാക്കുകയോ സമൂഹത്തിൽ ചെയ്താൽ അതേ ഒരു പരിഹാസ്യ കഥാപാത്രമായിട്ടല്ലാതെ അയാൾ ഈ ലോകത്തൊന്ന് മരണപ്പെടില്ല എന്ന് രാജകുമാരൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാനമായ മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളോട് പറയട്ടെ. മരുമക്കൾ ഉണ്ടാവാമല്ലോ ഇവിടെ, ചെറുപ്പക്കാരികൾ നവവധുക്കൾ ഉണ്ടാവാമല്ലോ ഇവിടെ. നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ നിങ്ങളുടെ ഉമ്മ പോലെയാണ്. ഭർത്താവിന്റെ ബാപ്പ, ഫാദറില്ലോ മദറില്ലോ നിങ്ങളുടെ സ്വന്തം ഉമ്മയെ പോലെ ബാപ്പയെ പോലെ കാണാൻ കഴിയാത്ത കാലത്തോളം വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്നു. പെണ്ണെ, വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മ, ഭർത്താവിന്റെ ഉമ്മ ഒന്നുമല്ലാതെ അവർക്ക് നേരെ കുരച്ചു ചാടുന്നവരും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവരും, ഇന്നലെ വരെ പണിയെടുത്ത തള്ള എന്തേ ഞാൻ വന്നപ്പോ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ച് അവരുടെ പ്ലേറ്റുകളും അല്ലെങ്കിൽ ജോലികൾ മുഴുവനും ഷെയർ ചെയ്ത് ഉമ്മാനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യുന്നവരും പിണങ്ങി നിൽക്കുന്നവരുമായ മരുമക്കൾ കേൾക്കണേ.
സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ ഇങ്ങനെ നടന്നു പോകുന്നു, ഒരു റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. സാബിത്തുൽ ബുനാനി തങ്ങൾ റഅയ്തു റജുലൻ യദ്രിബു അബാ, ബാപ്പയെ ലംബടം നോക്കിയിട്ട് അടിക്കുന്ന മോനെ കണ്ടിട്ടുണ്ട്, പ്രഹരിക്കുന്ന മോനെ കണ്ടിട്ടുണ്ട്. ആരെ? സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു മോനോട് ചോദിച്ചു, അല്ല മോനെ, ഇത് ബാപ്പയല്ലേ? അടിക്കല്ലേ ബാപ്പയല്ലേ? നിനക്ക് നുത്ഫത്ത് തന്ന ബാപ്പ, നിനക്ക് കഷ്ടപ്പെട്ട ബാപ്പ, സാമ്പത്തികപരമായി നിന്റെ ജന്മം കൊണ്ടപ്പോ ആവശ്യമായ സാമ്പത്തികപരമായ നീഡ്സുകൾക്ക് പരിഹാരം കണ്ടെത്തിയ ബാപ്പ, നിനക്ക് വേണ്ടി ഷെൽട്ടർ ഒരുക്കിയിട്ട് കാത്തിരുന്ന ബാപ്പ, ആ ബാപ്പയെ അടിക്കുന്ന മോനെ എന്ന് ചോദിച്ചപ്പോ ആ ബാപ്പ തന്നെ പറയുന്നു, ഖല്ലൂ അൻഹു യാ സാബിത്ത്, സാബിത്തുൽ ബുനാനി എന്നവരെ വിട്ടേക്ക്, അവനെന്നെ അടിക്കട്ടെ, അവനെന്നെ പ്രഹരിക്കട്ടെ, അവന് വേണ്ടതൊക്കെ ചെയ്യട്ടെ. സാബിത്തുൽ ബുനാനി ഇത് നിയമമാണ്, ഇത് അള്ളാന്റെ നിയമമാണ്. ഇവന്റെ വെല്ലിപ്പയെ, എന്റെ ബാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അന്നൊരിക്കൽ അടിച്ചിരുന്നു. അത് അള്ളാന്റെ നിയമമാണ്. ബാപ്പയോട് ഉമ്മയോട് സ്നേഹത്തോടെ അവരുടെ ഇഷ്ടം പ്രീതി സമ്പാദിക്കാൻ കഴിയാത്ത ജീവിതങ്ങളും പെരുമാറ്റങ്ങളും നടത്തിയ ആണിന് പെണ്ണിന് മരണത്തിന്റെ മുമ്പ് അജ്ജല ഉഖൂബതഹു ദുനിയാവിൽ വെച്ച് റബ്ബ് കാണിച്ചു കൊടുക്കുമെന്നാണ്. എനിക്ക് ഞാൻ എന്റെ ഉപ്പയെ അടിച്ചതിന്റെ ആ ഒരു പകരം മകനിലൂടെ തരുന്നതാണ് സാബിത്തുൽ ബുനാനി. കുഞ്ഞുമോളെ, നാളെ നീ ഉമ്മയാവാം, നാളെ നീ വല്യമ്മയാവാം. നീ നിന്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന ആ പെണ്ണിലൂടെ, ആ മരുമകളിലൂടെ നിനക്കും ഇതേ അനുഭവം വരാതെ നിനക്ക് നാളെ കടന്നു പോകാനാവില്ല. ഇതല്ലേ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറയുന്നത്. കേൾക്കണേ, പകരം കിട്ടും. ഞാനൊരു സാന്ദർഭികമായി പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോരുത്തരും വളരെ കരുതലോടുകൂടെ ഉപയോഗിക്കുക. എത്രമേൽ ഈ നന്മയെ, സംസ്കാരത്തെ വ്യഭിചരിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ഷെയർ ചാറ്റിങ്ങുകള്, അതുപോലെ തന്നെ ടിക്ടോക്കുകള് നമ്മുടെ മക്കളുടെ മൊബൈലുകളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നടന്ന വലിയൊരു സർവേയുടെ ഫലം പുറത്തു വന്നപ്പോൾ കേൾക്കുന്നത്, വൈറലാവാൻ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് നഗ്ന ശരീരം പരമാവധി പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചെറുപ്പക്കാരികളെന്ന്. എന്ത്? ചെറുപ്പക്കാരികൾ ഏറ്റവും കൂടുതൽ വൈറലാവാൻ വേണ്ടി പുരുഷ മനസ്സുകളെ കിളിപ്പെടുത്താൻ ശരീരം നഗ്നത പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. എന്തൊക്കെ കാണണമെന്ന് നമ്മൾ, എന്തൊക്കെ അനുഭവിക്കണം നമ്മൾ? പ്രണയം ആവശ്യപ്പെട്ട് പ്രണയം അറിയിച്ച പെണ്ണത് നിരസിച്ചു കഴിഞ്ഞാൽ സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ കെട്ടിയിട്ട് അവളെ കെട്ടിപ്പിടിച്ച് തീ കൊളുത്തിയിട്ട് പൊട്ടിച്ചിന്നിച്ചിതറുന്ന മരണത്തിന്, പുതിയ രൂപത്തിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വയനാട്ടില്. എന്തൊരു നാടാണ്, എന്തൊരു നാടാണ്! പരിശുദ്ധ റമളാനല്ലേ കടന്നു വരാൻ പോകുന്നത്. തിരുവല്ലയില് ഒരു പെൺകുട്ടിയെ പെട്രോൾ അയച്ചിട്ട് നടുറോട്ടിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചത്, തൃശൂരിൽ കുത്തി മലർത്താൻ ശ്രമിച്ചത്, പ്രണയത്തിന്റെ സകല സീമകളും ലംഘിച്ചിട്ട് പോലും ബാപ്പാ ഉമ്മ മകളെ ശ്രദ്ധിക്കാൻ നേരല്ലല്ലേ. റമളാൻ വരുന്നതിന് പത്തിരിപ്പൊടി ഉണ്ടാക്കുന്ന, അതിന് വേണ്ടിയിട്ട് മുളക് പൊടിക്കുന്ന തിരക്കിലാണല്ലേ. മകൾ എവിടെയാണ്? ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ മംഗലാപുരത്ത് നിന്നൊക്കെ വരുന്ന വാർത്തകൾ ശുഭകരമല്ല. അറിയണേ, അത്ര ശുഭകരമല്ല. വളരെ ലൈവായിട്ട് ആളുകൾ പറയുന്നത് അറിയണം. 400ഓളം ബസ്സുകളാണ് മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. മംഗളൂരിൽ നിന്ന് മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് 400-ലധികം ബസ്സുകളാണ് രാത്രി 9 മണി മുതൽ രാവിലെ 6 മണിക്കിടക്ക് പോകുന്നത്. 400-ലധികം. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, തിരിച്ച് 11 മണിക്ക് തിരിച്ച് 10:20 വെസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ട് യാത്രക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് വിടുമ്പോ വൈമധ്യ പറഞ്ഞു, ഈ പോകുന്ന ബസ് മുഴുവനും ഇന്ന സ്ഥലത്തേക്ക്. സ്ലീപ്പർ കോച്ചുകൾ, കിടക്കാനുള്ള സൗകര്യങ്ങൾ. മുസ്ലിം പെൺകുട്ടികൾ എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, ഏതെങ്കിലും അമുസ്ലിം ഉണ്ടോ എന്ന് എനിക്കറിയാത്തത് കൊണ്ട് അവരങ്ങനെയാ പറയുന്നത്. ഏറെ മുസ്ലിം പെൺകുട്ടികൾ മംഗലാപുരത്തും ബാംഗ്ലൂരും മൈസൂരും ഒക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികള് ഇതുപോലെയുള്ള ബസ്സുകളിൽ രാത്രിയിൽ
അന്യാണിന്റെ കൂടെ കടന്നിട്ട് അങ്ങോട്ടും പകല് തിരിച്ചിങ്ങോട്ടും വരുന്ന കാശുണ്ടാക്കുന്ന മക്കൾ മാറിയിരിക്കുന്നുവെന്ന് എത്രമേൽ ഇന്നലെ വന്നിട്ടുണ്ടല്ലോ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് സ്റ്റോപ്പിന് അപ്പുറത്ത് അങ്ങാടിക്കപ്പുറത്ത് ബസ് സ്റ്റാൻഡിനപ്പുറത്ത് 500 കിലോമീറ്ററുകൾക്കപ്പുറത്ത് കാറിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇന്ന് കണ്ടല്ലോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തിങ്ങി നിരങ്ങിയിട്ട് ആണും പെണ്ണും ഒരുമിച്ച് ബാക്ക് സീറ്റിൽ 6ഉം 7ഉം ഒക്കെ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നത് പെങ്ങളാണോ ആലോചിക്കണേ. അത് മഹറമത്താണോ മഹറമാണോ അതൊന്നുമില്ല. എല്ലാം ലംഘിക്കുന്ന നാട്. ഞാൻ ആഗ്രഹിക്കുന്ന പെണ്ണിൽ തന്റെ വികാര പൂർത്തീകരണം നടത്തണമെന്ന് വാശി പിടിക്കുന്ന ആണ് പെണ്ണ്. എത്രമേൽ വലിയ ബ്രൂട്ടലിറ്റിയാണ്, എത്രമേൽ വലിയ മൃഗീയതയാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം അങ്ങനെ ഒരുപാട് നന്മയുടെ കാലഘട്ടം കടന്നുപോയപ്പോ ഒരുപാട് കാലങ്ങൾ കടന്നുപോയ വഴിയിൽ ഇത്തരം അനുഭവങ്ങളില്ലായിരുന്നു, ഇത്തരം പ്രയാസങ്ങളില്ലായിരുന്നു. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടത്തെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരെ ഇന്ന് ആ മഹാന്റെ ഖബറിടം അങ്ങ് ത്വായിഫിലാണ്. ഹബീബിന്റെ മദീന, അവിടുത്തെ വഫാത്തിന് ശേഷം ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന മദീനയിൽ ഞാൻ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകുന്നത് അദബകേടാകുമോ എന്ന് പേടിച്ചിട്ട് ഫാമിലിയും കൂട്ടിയിട്ട് നമ്മുടെ നാട്ടിലും വയനാട് പോലെ ഇടക്കിടക്ക് മഴ കിട്ടുന്ന തണുപ്പുള്ള ആ ത്വായിഫിൽ പോയിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ബാബ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന ഗേറ്റോട് കൂടിയിട്ട് ആല് സൗദ് എല്ലാ മസാറുകളെയും തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചപ്പോഴും വലിയ കമാനം കെട്ടിക്കൊടുത്തിട്ട് ഖുത്ബഖാന പോലും സംരക്ഷിച്ചിട്ട് വലിയ പള്ളി പണിതിട്ട് ആയിരക്കണക്കിന് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന, ഡെയിലി സിയാറത്ത് ചെയ്യുന്ന മസാറാക്കി നിലനിർത്തിയ ത്വായിഫിലെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തൊട്ടടുത്ത് മസ്ജിദ് ഹുനൂദ്. ഏതാ മസ്ജിദ് ഹുനൂദ് എന്നറിയുമോ? വെളിയങ്കോട്ട് ഉമർ കാലിത്തങ്ങൾ നിർമ്മിച്ച മസ്ജിദ് ഹുനൂദ് തൊട്ടടുത്ത് 500 മീറ്ററിനകത്ത് ആ ത്വായിഫിലുണ്ട്. കേൾക്കണേ നിങ്ങൾ, അറബികൾ വന്ന മലബാറിൽ ഒരുപാട് പള്ളികൾ നിർമ്മിച്ച് മടങ്ങി പോകുമ്പോ അന്നൊരു മലയാളി ത്വായിഫിൽ പോയിട്ട് പള്ളി ഉണ്ടാക്കി കൊടുത്തു അറബികൾക്ക്. കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മസ്ജിദ് ഹുനൂദ് ഇന്നും അത് പുതുക്കി പണിതിട്ട് ആ ഫലകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യൻ പള്ളി മസ്ജിദുൽ ഹുനൂദ്. ആരുണ്ടാക്കിയത്? മമ്പറം തങ്ങളുടെ ശിഷ്യനായിരുന്നു ഉമർ കാലിത്തങ്ങൾ പോയിട്ട് ആ പണി തീർത്തു കൊടുത്ത മസ്ജിദ് ഹുനൂദ്. ഞാൻ തിരിച്ചു വരാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, അബ്ദുല്ലാ ഇന്നി ഖതബ്തു ഇംറാഅൻ ഫഅബത് ഫതഗയ്യർതു ഫഖതൽതു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരെ, ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവളുടെ അടുത്ത് ചെന്ന് പ്രപ്പോസൽ കൊടുത്തപ്പോ, ഞാൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോ അവൾ വിസമ്മതിച്ചു. ഞാൻ മനസ്സിനകത്ത് ആ ഒരു വിഷമം കടിച്ചിറക്കിയിട്ട് തിരിച്ചു പോന്നു. ആണിനോട് താല്പര്യമില്ലാത്ത അവസ്ഥയായിരിക്കാം. ഞാൻ അങ്ങനെ അത് പിടിച്ചു വെച്ചു. ഞാൻ ആ വിഷമത്തെ പിടിച്ചു വെച്ചു. ആ പെണ്ണിൽ നിന്ന് ഞാൻ തിരിച്ചു പോന്നു. കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് ആ പെണ്ണ് മറ്റൊരു സഹോദരനുമായി കല്യാണം ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കിയത്, അറിയാൻ കഴിഞ്ഞത്. ഞാൻ അങ്ങ് ദേഷ്യം പിടിച്ചു. വികാരാധീനനായി ഞാൻ ഓടിച്ചെന്നു ആ പെണ്ണിന്റെ അടുത്തേക്ക്. ഫഖതൽതു ഇബ്നു അബ്ബാസ്, ഞാൻ ആ പെണ്ണിനെ കുത്തിക്കൊന്നു ഇബ്നു അബ്ബാസ്. സമാനമായ സംഭവം ഇന്നങ്ങനെയല്ലേ തിരുവല്ലയില്, ഇന്നങ്ങനെയല്ലേ തൃശ്ശൂരില്, ഇന്നങ്ങനെയല്ലേ വയനാട്ടില് നടന്നത്? സയ്യിദുനാ ഇബ്നു അബ്ബാസ് തങ്ങളെ വഹല്ലേ തൗബയുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നാടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവരുടെ ശൈലി വേറെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നിനക്ക് ഉമ്മയുണ്ടോ? ജീവിച്ചിരിക്കുന്ന ഉമ്മ? തങ്ങൾ ഉസ്താദ് സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
لا إله إلا الله الله أكبر الله أكبر ولله الحمد. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി ഖിദ്മത്തിന് ഒരുപാട് കാലം ആഫിയത്തോടുകൂടെ ദീർഘായുസ്സ് പടച്ചു പ്രദാനം ചെയ്യട്ടെ. ഇന്നലെ വയനാട്ടിൽ പറയുന്ന ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ എല്ലാവരുടെയും അത്താണിയായി ഓരോരുത്തരുടെയും അവസ്ഥകൾ വിഷമങ്ങളാണല്ലോ നമ്മൾ തങ്ങളോട് പറയാറില്ല. ലോട്ടറി അടിച്ചിട്ടുണ്ട് തങ്ങളെ നമ്മൾ പറയില്ല, കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടേ പറയില്ല. എല്ലാവരെയും വിഷമാ പോയി പറയാം. ഒരാൾ കഥ ഇത്രയും ദീർഘിപ്പിച്ചാൽ നാളെ അവൻ അങ്ങാടിയിലൂടെ നടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാമുട്ടി വരുന്നുണ്ട് മാറിന്നുള്ളി എന്ന് പറയില്ലേ, അവൻ കുറച്ചധികം കഥ പറഞ്ഞോളും. എന്നാലും അവരവസ്ഥ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് കാലം നമുക്കും അവർക്കുമൊക്കെ ലില്ലാഹിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഉമ്മണ്ടോ എന്നാണ്. ഉമ്മല്ല, ഉമ്മയില്ലല്ലേ? എന്നാൽ തുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു. വതഖറബ ഇലൈഹി മസ്തതഅത, പറ്റുന്നത്ര അല്ലാഹുവിലേക്ക് അടുത്തോ. നീ ഒരു കൊലയാളിയാണ്, അതും നിഷ്കളങ്കനായ ഒരു പെണ്ണിനെ നിനക്കിഷ്ടപ്പെട്ടു എന്ന് കരുതി അവൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ നീ തൗബ ചെയ്ത് മടങ്ങിക്കോ, വേറൊന്നും പറയാനില്ല. തൗബക്ക് പ്രത്യേകമായ കാതകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ക്രൈറ്റീരിയ ഒന്നും ദീനിലില്ല. ചുമ്മുണ്ടായിരുന്നെങ്കിൽ വേറെ പണി ഉണ്ടായിരുന്നു എന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആൾക്കാർ ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസ്, കൊലയാളിയും ഉമ്മയായിട്ട് എന്ത് ബന്ധമാണ്? പ്രണയവും ഉമ്മയായിട്ട് എന്ത് ബന്ധമാണ്? അപ്പോഴാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, ലാ അലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ. ഉമ്മാനോട് ഉപ്പാനോട് ചെയ്യുന്ന ഖിദ്മത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ മറ്റെല്ലാത്തിനേക്കാളും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വേറെ ഏതമലും അതിന്റെ താഴെയാണ്, ഇതതുക്കും മേലെയാണ് എന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനാണ്. റമളാന്റെ അന്തസത്ത കൽബ് വൃത്തിയാക്കി വെച്ചിട്ട് പുതുമഴയിൽ മലിനമായ കലങ്ങിയ വെള്ളമൊക്കെ ഉള്ള കുടം ഒഴിച്ചു കളഞ്ഞിട്ട് പുതുമഴയിൽ എറയത്ത് കൊണ്ടുപോയി നമ്മുടെ പാത്രങ്ങൾ വെക്കും, ശുദ്ധവെള്ളം ശേഖരിക്കുക. അതുപോലെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. മലിനമായ കൽബുകളെ വൃത്തിയാക്കിയിട്ട് ആ പൂക്കാലത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, റമളാനെ വാരിപ്പുണരാൻ വേണ്ടിയിട്ട് കൽബ് വൃത്തിയാക്കണേ. ഉമ്മയോട് ഉപ്പയോട് പിണങ്ങി നിൽക്കുന്നവർ, നാട്ടുകാരോട് ചില സ്വാരസ്യങ്ങളിലൊക്കെ നിലകൊള്ളുന്നവർ, അതൊക്കെ ഏറ്റു പറഞ്ഞിട്ട് വൃത്തിയായി നാളത്തെ പരിശുദ്ധ റമളാനെ സ്വീകരിക്കുന്ന പോകുമ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് അനുകൂലമായി സാക്ഷി പറയുന്ന റമളാനിന് വേണ്ടി ശ്രമിക്കുക, ദുആ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതുവരെ സംസാരിച്ചത് അല്ലാഹു നാഫിയാക്കി തരട്ടെ. മരണപ്പെട്ടു പോയ ഉപ്പയുടെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് വന്നിരായ തങ്ങളോട് അതുപോലെ സദസ്സിനോടും ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.